अस्सलामु अलैकुम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन। अस्सलातु वस्सलामु अला अशरफिल मुरसलीन व अला आलिहि व अस्हाबिहि अजमईन, अम्मा बअद। अऊज़ु बिल्लाहि मिनश शैतानिर रजीम। युरीदून अन युत्फ़िऊ नूरल्लाहि बिअफ़वाहिहिम व यअबल्लाहु इल्ला अन युतिम्म नूरहु वलौ करिहल काफ़िरून। हुवल्लज़ी अरसल रसूलहु बिल्हुदा व दीनिल हक़्क़ लियुज़हिरहु अലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സത്യത്തിൽ ചെറിയൊരു അസൂയയോടുകൂടിയാണ് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ചില കാര്യങ്ങൾ അസൂയ ആകാമെന്നാണല്ലോ. മറ്റൊന്നുമല്ല, നിങ്ങളുടെ പ്രായത്തിൽ അള്ളാഹു അവസാന നാൾ വരെയുള്ള മനുഷ്യരോട് സംസാരിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത അറബി ഭാഷയെ ഔപചാരികമായ രൂപത്തിൽ പഠിക്കുവാനോ ദീനി പഠനങ്ങൾ ഔപചാരികമായി ലഭിക്കുവാനോ അവസരമുണ്ടാകാത്തയാൾ എന്നുള്ള നിലക്ക് അതിനെല്ലാം അവസരം ലഭിച്ചിട്ടുള്ള ആളുകൾ എന്നുള്ള നിലക്കാണ് നിങ്ങളുടെ മുന്നിൽ ഒരല്പം അസൂയയോടുകൂടിയാണ് നിൽക്കുന്നതെന്ന് പറയും. ഇവിടെ നജ്മുൽ ഹുദയിൽ വരണമെന്ന് ഈ സ്ഥാപനത്തിൻ്റെ സ്ഥാപകനായിരുന്ന ഞാനും ജ്യേഷ്ഠ സഹോദരനെ പോലെ ആദരിച്ചിരുന്ന ഇബ്രാഹിം ഹാജി പലതവണ പറയുകയും അദ്ദേഹം ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടണമെന്നെല്ലാം പറയുകയെല്ലാം ചെയ്തിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അതിന് ഭാഗ്യമുണ്ടായില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാമനുഷ്യനെ സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മയുമെല്ലാം സ്വർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സുകളിൽ ഒരുമിച്ചിരിക്കാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇസ്ലാം വിമർശനവുമായി ബന്ധപ്പെട്ട പുതിയ കാലത്തെ പ്രവണതകളെയും അതിൽ പണ്ഡിതന്മാരാകാനുള്ളവർ എന്നുള്ള നിലക്ക് നിങ്ങൾക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന വലിയ ദൗത്യത്തെയുമെല്ലാം കുറിച്ചാണ്. ഞാനിവിടെ ഒരു പ്രസംഗം നടത്തുകയോ ഒരു ക്ലാസ് എടുക്കുകയൊന്നും ചെയ്യണം. മറിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും സംസാരിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമുക്കൊന്ന് ഇൻ്ററാക്റ്റീവ് ആകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വിഷയങ്ങൾ പഠിക്കാൻ കുറച്ചുകൂടി നന്നായിരിക്കാതെ. ഇപ്പോൾ ഇവിടെ യുക്തിവാദത്തെയും ലിബറലിസത്തെയുമെല്ലാം സംബന്ധിച്ചുള്ള ചെറിയ ചെറിയ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എനിക്ക് അതിനെത്തണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ സമയം ഷെഡ്യൂൾ അനുസരിച്ച് നടക്കാത്തതുകൊണ്ട് അങ്ങോട്ട് എത്തിയില്ല. ഞാനത് വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ ആ വിഷയങ്ങളിലുള്ള അറിവ് അറിയാനും അതിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാനുണ്ടെങ്കിൽ സ്വീകരിക്കാനും അതോടൊപ്പം തന്നെ അവിടെ എന്തെങ്കിലും സംഭാവന ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നെങ്കിൽ സംഭാവന ചെയ്യാനെല്ലാം ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് കേൾക്കണം എന്ന് വിചാരിച്ചത്. പക്ഷേ സമയത്തിന് എത്തിപ്പെട്ടില്ല. ഏതായാലും അതിലെന്തെങ്കിലും ഖൈറുണ്ടാവുമെന്ന് വിചാരിക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ യുക്തിവാദം, ലിബറലിസം
എന്ന പദങ്ങളെല്ലാം നമ്മൾ കേൾക്കുന്നു. അതോടൊപ്പം തന്നെ ഇസ്ലാം വിമർശനങ്ങൾ ലോകത്ത് പുതിയ പുതിയ രൂപഭാവങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് യുക്തിവാദികളാണ്, അല്ലെങ്കിൽ നാസ്തികന്മാരാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി പുതിയ ഭാഷയിൽ പറഞ്ഞാൽ നവനാസ്തികന്മാരാണ് ഇസ്ലാം വിമർശനത്തിൻ്റെ രംഗത്ത് മുന്നിൽ നിൽക്കുന്നത് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർ ഇസ്ലാമിനെ ഇങ്ങനെ തെറി പറയുന്നത്? മറ്റൊരുപാട് മതങ്ങളുണ്ട് ഇവിടെ. നമുക്കറിയാവുന്നതുപോലെ പല വിഷയങ്ങളിലും അവരുടെ വീക്ഷണത്തിൽ പോലും ഇസ്ലാമിനേക്കാൾ വളരെ പ്രാകൃതമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന മതങ്ങളുണ്ട്. അവരുടെ വീക്ഷണത്തിൽ പോലും, നമ്മുടേതല്ല. ഉദാഹരണത്തിന് സ്ത്രീപക്ഷ വിഷയങ്ങളിൽ ഇസ്ലാമിനെ ഈ പ്രതിക്കൂട്ടിൽ നിർത്തുന്നവരാണ് അവർ കാര്യമായിട്ട്. എന്നാൽ സ്ത്രീ വിഷയങ്ങളിൽ വളരെ പ്രകടമായി തന്നെ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ തന്നെ ഭാഗമായി മുന്നോട്ട് വെക്കുന്ന മതസമൂഹമാണ് കത്തോലിക്ക മതസമൂഹം. ക്രിസ്ത്യാനികളിലെ ബഹുഭൂരിപക്ഷരും വരുന്ന കത്തോലിക്കർ. നിങ്ങൾക്കറിയാം, അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വസ്ത്രധാരണം ഇസ്ലാം പറഞ്ഞ ഏകദേശം ഹിജാബ് തന്നെ. മാത്രമല്ലല്ലോ, അവർക്ക് ഒരു സ്ത്രീയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ബയോളജിക്കൽ നീഡ്, ജീവശാസ്ത്രപരമായ അനിവാര്യത, അത് ഒരു പുരുഷസ്പർശമുണ്ടാവുക എന്നതാണ്. അതും വൈകാരികമായി ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള പുരുഷസ്പർശമുണ്ടാവുകയും അതിൽ നിന്ന് കുഞ്ഞുണ്ടാവുകയും എല്ലാം ചെയ്യാന്നുള്ളത്. ഇത് തടഞ്ഞു വെച്ചുകൊണ്ടാണ് ഈ കത്തോലിക്ക സമൂഹത്തിൻ്റെ ഏറ്റവും അവരുടെ ഏറ്റവും വലിയ സേവനങ്ങളുടെ മുഴുവനും ഏറ്റവും അടിത്തറയായി വർത്തിക്കുന്ന കന്യാസ്ത്രീ സമൂഹം തന്നെ നിലനിൽക്കുന്നത്. നമ്മളാരെങ്കിലും അതിനെതിരിലുള്ള ഒരു യുക്തിവാദി സമൂഹത്തിൽ നിന്ന് കാര്യമാത്രം പ്രസക്തമായ ഒരു വിമർശനം കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം എന്താ? ആർക്കെങ്കിലും ഒന്ന് പറയാം. ഇപ്പോൾ യുക്തിവാദന വിഷയമെല്ലാം അവതരിപ്പിച്ച ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും? ഒരു അഭിപ്രായം പറയാമല്ലോ നമുക്ക്. ഒന്നുമില്ല, വെറുതെ ഇസ്ലാമിനോടുള്ള എന്താ കുടിപ്പകയാണെന്നാണ്. എന്തെങ്കിലും കാരണം ഉണ്ടാകുമല്ലോ ഇസ്ലാമിനെ മാത്രം പ്രതിക്കൂട്ടിൽ നിർത്തുന്നതിന് കാരണം. മാത്രമല്ല, കേരളത്തിലല്ല എന്ത് പ്രശ്നം ഉണ്ടായാലും ഇസ്ലാമും മറ്റ് മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക പ്രധാനപ്പെട്ട നാസ്തികന്മാരെല്ലാവരും ഏത് കാര്യത്തിലാണെങ്കിലും മറ്റ് മതക്കാരുടെ ഒപ്പമായിരിക്കുമല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? രണ്ട് കാരണങ്ങളാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്ലാമാണ് ജീവിച്ചിരിക്കുന്ന മതം എന്നുള്ളതുകൊണ്ടാണ്. മറ്റെല്ലാ മതങ്ങളും സത്യത്തിൽ മതം എന്നുള്ള ലേബൽ മാത്രമേ ഉള്ളൂ. അവയൊന്നും ജീവിച്ചിരിക്കണില്ല. അവർക്ക് മതവിശ്വാസികളുണ്ട്, പക്ഷെ മതം എന്നുള്ള നിലക്ക് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു രംഗത്ത് അത് പ്രവർത്തിക്കുന്നേയില്ല. രണ്ടാമതായി, അവരുടെ അരിശം സ്വാഭാവികമായും അവരുടെ ദാർശനികമായ അടിത്തറകൾ തകർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ ദാർശനികമായ അടിത്തറകൾ തകരുമ്പോൾ ഏറ്റവും വലിയ ശത്രുവിനെയായിരിക്കും എപ്പോഴും തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം യുക്തിവാദം ഇവിടെ നിങ്ങൾ വിഷയം അവതരിപ്പിച്ചു. യുക്തിവാദത്തിൻ്റെ ദാർശനികമായ അടിത്തറ എന്താണ്? യുക്തിയാണ്. യുക്തിയാണ് ശരി എന്നുള്ളതാണ് അവരുടെ ദാർശനികമായ അടിത്തറ. അഥവാ നമ്മുടെ യുക്തി കൊണ്ട്, നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ടൊരു കാര്യം, ഒരു വസ്തുതയെ വേർതിരിക്കുവാൻ, ഒരു കാര്യം വസ്തുതയാണോ എന്ന് മനസ്സിലാക്കുവാനുള്ള മാനദണ്ഡം ബുദ്ധിയാണ് എന്നുള്ളതാണ് യുക്തിവാദത്തിൻ്റെ അടിത്തറ. യുക്തിവാദം എന്ന് പറയുമ്പോൾ അതാണല്ലോ.
അതുകൊണ്ട് ആ യുക്തിവാദത്തിൻ്റെ ഭാഗമായി നിരീശ്വരവാദം വരുന്നു. നിരീശ്വരവാദം സമം യുക്തിവാദമല്ല, മറിച്ച് യുക്തിവാദം എന്ന് പറഞ്ഞാൽ വസ്തുതയെ, റിയാലിറ്റിയെ മനസ്സിലാക്കുവാനുള്ള ഒരേ ഒരു മാർഗം നമ്മുടെ യുക്തിയാണ്, ബുദ്ധിയാണ് എന്ന വാദമാണ്. അത് നമ്മൾ പറയും അതല്ല, റിയാലിറ്റിയെ മനസ്സിലാക്കാൻ ബുദ്ധി മാത്രം പോരാ, നമുക്ക് വഹി ആവശ്യമുണ്ട് എന്ന് പറയും. അതിന് നമ്മൾക്ക് നമ്മുടേതായ യുക്തിപരമായ കാരണങ്ങളുണ്ട്. പക്ഷെ അവരുടെ ദാർശനികമായ അടിത്തറ യുക്തിയാണ് വസ്തുതയെ മനസ്സിലാക്കുവാനുള്ള ഒരേ ഒരു മാർഗം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതൊന്നും വസ്തുതയല്ല എന്നാണ്. അങ്ങനെയാണല്ലോ, വസ്തുതയെ മനസ്സിലാക്കുവാനുള്ള, ഇത് റിയാലിറ്റിയെ, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാനുള്ള ഒരേ ഒരു മാർഗം യുക്തിയാണെങ്കിൽ, തിരിച്ച് യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതൊന്നും യാഥാർത്ഥ്യമല്ല. ഇത് പറയാനാണ് അവർ സയൻസിനെ കൂട്ടുപിടിച്ചിരുന്നത്. എന്നാൽ ആധുനിക കാലഘട്ടത്തിലെ സയൻസ് അവരുടെ ഈ ഒരു അടിസ്ഥാന സങ്കല്പത്തെ തന്നെ അതിൻ്റെ അടിത്തറ തന്നെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. സയൻസ് എന്തിനുള്ളതാണ്? ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനുള്ളതാണ്. നമ്മൾ പറയുക, സയൻസിന് എത്തിച്ചേരാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിവ് നൽകാനാണ് വഹി എന്നാണ്. സയൻസിന് കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, സയൻസിന് ഒരിക്കലും പറയാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച്, അഥവാ പ്രപഞ്ചത്തിന് അതീതമായ, പദാർത്ഥത്തിന് അതീതമായ അസ്തിത്വങ്ങളെക്കുറിച്ച്, അതാണ് പടച്ചവൻ, അതാണ് പരലോകം, അതാണ് നന്മതിന്മകൾ, അതേക്കുറിച്ച് അറിവ് നൽകാനാണ് വഹി എന്നാണ് നമ്മൾ പറയുക. അവർ പറയുക ഇതിനെല്ലാം ബുദ്ധിമതി എന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ആധുനിക ശാസ്ത്രത്തിൻ്റെ ആഗമനത്തോടുകൂടി അത് യാഥാർത്ഥ്യം മനസ്സിലാക്കുവാൻ ശാസ്ത്രം വഴി അല്ലെങ്കിൽ ബുദ്ധി വഴി കഴിയും. ബുദ്ധി വഴി മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാൻ കഴിയുന്നത് മാത്രമാണ് സയൻസ്, മാത്രമാണ് യാഥാർത്ഥ്യം എന്ന സങ്കല്പത്തെ തന്നെ അടിമേൽ മറിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നമ്മളെ ഭൂമിയെ നമ്മൾ എടുക്കുക. എത്രത്തോളം വലുതാണ് ഭൂമി നമുക്കാർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഈ ഭൂമിയെ ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുക. നമ്മൾക്കത് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഈ ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൗരയൂഥത്തിലെ 0.0013% മാത്രം ദ്രവ്യമുള്ള സാധനം. അതിന് ബാക്കി 99% ദ്രവ്യവും വേറെയാണ്. അഥവാ സൂര്യനും സൂര്യൻ്റെ ചുറ്റും ചുറ്റിത്തിരിയുന്ന മറ്റ് ഗ്രഹങ്ങളിലുണ്ട്. ഇതെല്ലാം അടങ്ങുന്ന ഈ ഒരു സൗരയൂഥത്തെ ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലേക്ക് ചുരുക്കി എന്ന് വിചാരിക്കുക. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഈ സൗരയൂഥം ഉൾക്കൊള്ളുന്ന ഒരു നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഈ നക്ഷത്രം സൗരയൂഥം എന്നുള്ളത് സൂര്യൻ എന്ന് പറഞ്ഞ നക്ഷത്രമായിട്ട് ബന്ധപ്പെട്ടതാണ്. സൂര്യൻ എന്ന് പറഞ്ഞ നക്ഷത്രത്തെ പോലെ 30,000 കോടിയോളം നക്ഷത്രങ്ങളുള്ള ഒരു നക്ഷത്ര കൂട്ടത്തിലാണ് സൂര്യനും ഉൾക്കൊള്ളുന്നത്. അതിനാണ് നമ്മൾ എന്താ പറയുക, മിൽക്കി വേ എന്ന് പറയാം, ആകാശഗംഗ എന്ന് പറയാം. എത്ര? 30,000 എണ്ണല്ല, 30,000 കോടി. കോടിക്കൊന്നും ഇപ്പോൾ വിലല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ പത്രങ്ങളിൽ അത്ര വലിയ കോടികളുടെ അഴിമതിനെ കുറിച്ചാണ് വായിക്കണം, അതുകൊണ്ടാണ്. പക്ഷേ ഈ കോടി എന്ന് പറഞ്ഞാൽ 1 കോടി എണ്ണി തീർക്കണമെങ്കിൽ തന്നെ നമുക്ക് ഒരു ദിവസം മതിയാവില്ല. 1, 2, 3, 4, 5 എന്ന് പറഞ്ഞിട്ട് കോടി എണ്ണി തീർക്കണമെങ്കിൽ അപ്പോൾ ഇത് 30,000 കോടിയാണ്. ഇത്രയും നക്ഷത്രങ്ങളുള്ള മിൽക്കി വേ എന്ന് പറഞ്ഞ ഗാലക്സിയെ ഒന്നിച്ച് ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിലേക്ക് ചുരുക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഭൂമിനെ പറ്റി തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റണില്ല. ഇനി നമ്മൾ കണ്ടുപിടിച്ചത്, അറിഞ്ഞിടത്തോളം നമ്പർ ചെയ്തത് ഏകദേശം 10,000 കോടിയോളം ഗാലക്സികളാണ്. ഈ പറഞ്ഞ ഗാലക്സിൻ്റെ മാറ്റം 10,000 കോടി എന്നാണ് എൻ്റെ അർത്ഥം. ഇതെല്ലാം കൂടി നമുക്കൊന്നിച്ച് ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ? ചിന്തിക്കാൻ പറ്റില്ല. നമ്മളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്നാൽ ആധുനിക ശാസ്ത്രം പറയുന്ന പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായ സങ്കല്പം 1400 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ്
ഇതെല്ലാം ഒരു നെല്ലിക്കയുടെ അത്ര വലുപ്പത്തിലായിരുന്നു. എന്നിട്ട് അതാണ്ട് വേർപെട്ടതാണ്. ആ വേർപെട്ടതിൻ്റെ മുൻപ് എന്തായിരുന്നു അത് ചോദിക്കാൻ പാടില്ല. അത് സയൻസിൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് ഈ വലിപ്പത്തെക്കുറിച്ച് പറയാനല്ല, സയൻസിൻ്റെ വിഷയമല്ല എന്ന് പറയേണ്ട ഒരു ഘട്ടം സയൻസിനുണ്ട് എന്ന് പറയാനാണ്. അപ്പോൾ എല്ലാ യാഥാർത്ഥ്യത്തെയും കുറിച്ചറിയാൻ ബുദ്ധി ഉപയോഗിച്ചാൽ മതിയോ? അല്ല, പറ്റൂല. അത് ആരാ പറയണത്? സയൻസാണ്. നമ്മൾ ഇന്ന് സൂക്ഷ്മ കണങ്ങളുടെ ഒരു ലോകത്താണ്. ഇപ്പം നമ്മൾക്ക് ആറ്റം, ഇലക്ട്രോൺ, പ്രോട്ടോൺ എന്നെല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. സൂക്ഷ്മകണങ്ങളുടെ ലോകത്താണെന്ന് ഞാൻ പറയാൻ കാരണം, നമ്മുടെ സാങ്കേതിക വിദ്യകൾ മുഴുവനും അറ്റോമിക് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണുള്ളത്. ഇപ്പം ഞാനിവിടെ സംസാരിക്കുന്നു, എൻ്റെ അതേ സ്വരത്തിൽ നിങ്ങൾ കേൾക്കുന്നു. നിങ്ങൾ മാത്രമല്ല, ഇവിടെ ഇത് ലൈവായിട്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് അത് ഇൻ്റർനെറ്റ് പിടിച്ചെടുത്ത് അമേരിക്കയിലുള്ള ഒരാളിത് കേൾക്കുകയാണെങ്കിൽ അയാളും എൻ്റെ അതേ സ്വരത്തിൽ കേൾക്കും. ഒരു വയറുമില്ല. ഇതിൻ്റെ പിന്നിൽ അറ്റോമിക് സയൻസാണ്. നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ നമ്മൾ പറയും ക്വാണ്ടം ഫിസിക്സ് ആണുള്ളത്. അഥവാ നമ്മുടെ സാങ്കേതിക വിദ്യകളുടെ മുഴുവനും അടിത്തറയായി ഒരു ശാസ്ത്രീയമായ ബേസായി സ്ഥിതി ചെയ്യുന്നത് ക്വാണ്ടം ഫിസിക്സാണ്. ക്വാണ്ടം മെക്കാനിക്സ് എന്നാണ് പറയുക. ആ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മൊബൈൽ ഫോണിനെ പോലെയുള്ള നമ്മുടെ ഈ ഈ ഈ വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ ക്വാണ്ടം ഫിസിക്സ് ഒരു യാഥാർത്ഥ്യമല്ലെങ്കിൽ ഇതെന്തെങ്കിലും നടക്കുമോ? ഇല്ലല്ലോ. ഒരു ബേസ് ഇല്ലാത്ത സാധനമാണ് നടക്കുക. എന്നാൽ ക്വാണ്ടം ഫിസിക്സ് എന്താണ്? ഈ ചോദ്യം ക്വാണ്ടം ഫിസിക്സിലെ ഒരു നല്ല പ്രൊഫസറോട് നിങ്ങൾ ചോദിച്ചാൽ അയാൾ പറയാ, ക്വാണ്ടം ഫിസിക്സ് എന്താണ് എന്ന് ആരെങ്കിലും മനസ്സിലായി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്ന്. അപ്പം എന്തെങ്കിലും മനസ്സിലായി? ക്വാണ്ടം ഫിസിക്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് ഒരാൾ പൂർണ്ണമായി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ ആൾക്ക് ക്വാണ്ടം ഫിസിക്സ് മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഉദാഹരണം എന്ന് പറയാം. ഞാൻ ഈ പുസ്തകം അറിയില്ലട്ടോ, ബുക്കാണോ ഖുർആനാണ്, സോറി. ഒരു സാധനം ഇവിടുന്ന് നിലത്തേക്ക് എടുത്തിട്ടു. നിലത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് നിലത്തെത്തി വീണു. ഒരു ഏതാനും സെക്കൻഡിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ സെക്കൻഡിൻ്റെ ഒരു അംശത്തിൻ്റെ ഉള്ളിൽ വീണു. ഈ വീണതിനെ നമ്മൾ ഈ ക്യാമറയിൽ പകർത്തിയിട്ട് നമ്മളത് സ്ലോ മോഷനിൽ ഇട്ടാൽ എന്തുണ്ടാവും? വളരെ സ്ലോ ആണെങ്കിൽ ഇവിടുത്തെ ഒരു അടുത്ത ഓരോ സ്റ്റെപ്പും കാണാമല്ലോ, അല്ലേ? ഓരോ സ്റ്റെപ്പും കാണാം. അഥവാ ഇവിടുന്ന് വീണിട്ട് അവിടെ എത്തിയല്ല ചെയ്തിട്ടുള്ളത്, ഓരോ ഘട്ടമായിട്ടാണ് അവിടെ എത്തിയതെന്നാണ്. ഇതാർക്കും മനസ്സിലാവും. പക്ഷെ ക്വാണ്ടം ഫിസിക്സ് പറയുക, സബ് അറ്റോമിക് കണങ്ങളുടെ ലോകത്ത് ഇവിടെ നിന്ന് സബ് അറ്റോമിക് കണങ്ങൾ വീടും ചെയ്യും, താഴത്ത് എത്തും ചെയ്യും, പക്ഷെ നടുവിലോടി ഉണ്ടാവില്ല എന്നാണ്. ഇത് ഇവിടുന്ന് വീഴും, താഴത്ത് എത്തും ചെയ്യും, പക്ഷെ നടുവിലവിടെ അതുണ്ടാവില്ല. അത് ക്യാമറയുടെ കുഴപ്പമാണ്. ക്യാമറയുടെ കുഴപ്പമല്ല, ക്യാമറക്ക് പിടിക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ല, മറിച്ച് അങ്ങനെയാണ് സത്യം. അതാണ് യാഥാർത്ഥ്യം എന്നുള്ളത് കൊണ്ടാണ് ഇതെല്ലാം പണിയെടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ആ യാഥാർത്ഥ്യമാണ് എന്ന അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നു. പക്ഷേ അത് നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അതാണ് പറഞ്ഞത്, യുക്തി എന്നതൊരു മാനകമാണ്, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡാണ് എന്നുള്ള സയൻസിൻ്റെ അടിസ്ഥാന തത്വം തന്നെ, സയൻസിൻ്റെ അല്ല സത്യത്തിൽ യുക്തിവാദത്തിൻ്റെ അടിസ്ഥാന തത്വം തന്നെ ഇന്ന് ശാസ്ത്രലോകത്ത് അടിസ്ഥാനമില്ലാത്തതാണ്. അപ്പോൾ ആകെ അവരെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം ശാസ്ത്രമാണ്, അത് പൊട്ടി വീണു. പിന്നെ ഇവരുടെ കയ്യിൽ ഇവർക്ക് എന്താണ് ഇന്നത്തെ ആശയം? എന്തിനാണ് ഇവർ ഭൗതികവാദികളായത്, അല്ലെങ്കിൽ നാസ്തികന്മാരായത്, യുക്തിവാദികളായത്? നേരത്തെ ഉസ്താദ് സംസാരിച്ചപ്പോൾ അതുമാത്രം ഞാൻ കേട്ടെ, നിങ്ങളുടെ സംസാരത്തിൻ്റെ ഒരു കൺക്ലൂഷനാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം സൂചിപ്പിച്ചു എന്താണ്, എല്ലാ കാലത്തും ഉള്ളതാണ് ഇപ്പറഞ്ഞ യുക്തിവാദം. എന്താണത്? നമ്മുടെ ഇച്ഛക്കെതിരാണെങ്കിൽ, ഹവക്കെതിരാണെങ്കിൽ അതിനെയെല്ലാം എതിർക്കുക എന്നാണ്. നമ്മുടെ ഇച്ഛ ഇതിനെതിരാണ്. ഇച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? പുതിയ കാലത്ത്
എന്തുകൊണ്ടാണ് ഇത്ര വിമർശനം വരുന്നതെന്നാട്ടോ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വിമർശനങ്ങൾക്ക് മറുപടി കണ്ടെത്തുകയും അതിന് വേണ്ട ചികിത്സ നൽകുകയും ചെയ്യാൻ നമുക്ക് യഥാർത്ഥത്തിൽ കഴിയുക. അതുകൊണ്ടാണ് ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്ന് ചെറുതായി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മൾ പറയും ഇക്കാലത്തിൻ്റെ ദർശനമാണ് ലിബറലിസം. എന്താണ് ലിബറലിസം എന്ന് പറഞ്ഞ സാധനം? എന്താണ് നിങ്ങൾ പറയാം? എന്താണ് ഈ സ്വാതന്ത്ര്യ ചിന്ത? സ്വാതന്ത്ര്യം കൊടുത്തിട്ട് ചിന്തിക്കാനാണ്. ലിബറലിസത്തിനെ കുറിച്ച് നിങ്ങൾ തത്വജ്ഞാനികളോട് ചോദിച്ചാൽ അവർ പറയും ജോൺ ലോക്ക് ഉണ്ടാക്കിയ, അങ്ങനെ 1794 അദ്ദേഹം മരണപ്പെട്ടത്. അന്ന് തുടങ്ങിയിട്ട് അന്നത്തെ രാഷ്ട്രീയ മാറ്റങ്ങൾക്കെല്ലാം കാരണമായി, ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾക്ക് കാരണമായ സാധനമാണ് ലിബറലിസം എന്നല്ല. നമ്മളുടെ ജനാധിപത്യം അടക്കം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഡെമോക്രസി എന്ന് പറയില്ല, ഡെമോക്രസി അടക്കം അതിൻ്റെ ലിബറലിസത്തിൻ്റെ ഒരു ഓഫ് ഷൂട്ടാണ്. അപ്പോൾ ഡെമോക്രസി നമ്മൾ സ്വീകരിക്കുന്ന ഒരു ദർശനമാണ്. പക്ഷേ ലിബറലിസത്തിൻ്റെ അടിസ്ഥാനപരമായ മാനകങ്ങൾ അതെന്താ വെച്ചാൽ പരമാവധി ആസ്വദിക്കുക എന്നുള്ളതാണ്. പരമാവധി ജീവിതത്തെ ആസ്വദിക്കുക. പരമാവധി ജീവിതത്തെ ആസ്വദിക്കുക എന്നത് നമ്മളെല്ലാവരും ജീവിത ദർശനം തന്നെയല്ലേ? ജീവിതത്തെ ആസ്വദിക്കേണ്ട എന്നാണോ നമ്മൾ പറയുന്നത്? അല്ലല്ലോ. അവിടെ നമ്മൾ ജീവിതത്തെ ആസ്വദിക്കണമെന്ന് പറയുന്നതും ഒരു അടിത്തറയുണ്ട്. ആ ആസ്വാദനം കൃത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ നിയമങ്ങൾ ആരുടെ അടുത്തുനിന്നുള്ള കാര്യത്തിൽ നമുക്ക് വളരെ ബോധമുണ്ട്. പടച്ചോൻ്റെ അടുത്ത് നിന്നുള്ളതാണ്. ഇപ്പം നമ്മൾ റോട്ടിലൂടെ ഡ്രൈവ് ചെയ്യുന്നു. ഡ്രൈവ് ചെയ്യുന്ന എങ്ങനെയും ഡ്രൈവ് ചെയ്യാം. പക്ഷേ എല്ലാവരും നിയമങ്ങൾ ചില ട്രാഫിക് നിയമങ്ങളുണ്ടാവും. ആ ട്രാഫിക് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്താലോ അത്ര സൗകര്യപ്രദമായൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. ഭൗതിക ജീവിതത്തിൻ്റെ കാര്യം പോലും അങ്ങനെയാണ്. അതാണ് ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഡ്രൈവിംഗ്. അല്ലെങ്കിൽ എന്താണ്, എല്ലാവർക്കും എല്ലായ്പ്പോഴും എങ്ങനെയും ഡ്രൈവ് ചെയ്യാമെന്നുള്ള രൂപമാണെങ്കിൽ നമ്മളെപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കണം എപ്പോഴാ മറ്റോനെ ഈ ബൈക്ക് ഇങ്ങോട്ട് വരിക എന്നെ മുട്ടുകയാണ്, അല്ലേ? ഡ്രൈവിംഗ് അങ്ങനെയാണല്ലോ. ഇവിടെ ഡ്രൈവിങ്ങിന് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടുത്തെ റോഡ് അതോറിറ്റി. ആ റോഡ് അതോറിറ്റിയുടെ നിയമങ്ങൾ അനുസരിച്ചാൽ ഡ്രൈവിംഗ് ആസ്വാദകരമാണ്. ഇതേപോലെ യഥാർത്ഥത്തിൽ ജീവിതം ആസ്വദിക്കുന്നവരാരാന്ന് ചോദിച്ചാൽ ശരിക്ക് വസ്തുതാപരമായി പറഞ്ഞാൽ മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ടാണത്? പടച്ചോൻ്റെ നിയമങ്ങൾക്ക് വിധേയമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതുകൊണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതം ആസ്വദിക്കുകയും ചെയ്യണം, ഒരു നിയമം ഉണ്ടാകാനും പാടില്ല. അപ്പൊ പിന്നെ ഇതിൻ്റെ അടിസ്ഥാന നിയമം എന്താണ്? നമ്മുടെ നിലനിൽപ്പിന് ചില അടിസ്ഥാന നിയമങ്ങൾ വേണമല്ലോ. ലിബറലിസം മുന്നോട്ട് വെക്കുന്ന 2 അടിസ്ഥാന നിയമങ്ങളാണുള്ളത്. ഒന്ന് സ്വാതന്ത്ര്യമാണ്, മറ്റൊന്ന് സമത്വമാണ്. ഇത് രണ്ടും നല്ലതല്ലേ? നല്ലതാണ്. സ്വാതന്ത്ര്യം ആവശ്യമല്ലേ? ആവശ്യമാണ്. സമത്വം ആവശ്യമല്ലേ? ആവശ്യമാണ്. പക്ഷെ ഇവ രണ്ടും ആത്യന്തികമായ നിയമങ്ങളാകുവാൻ അർഹമായ കാര്യങ്ങളല്ല. എല്ലാവർക്കും എല്ലായിടത്തും സമത്വവും സ്വാതന്ത്ര്യമാണെങ്കിൽ ഒന്നും നടക്കൂല. ഇപ്പം ഇവിടെ ഇത് നമ്മളൊരു ക്ലോസ് സർക്യൂട്ടാണ്. ഇവിടെ ഒരു അടഞ്ഞ വേദിയാണ്. ഈ വേദിയിൽ ഒരു പ്രഭാഷണം നടക്കുകയാണ്. എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വിചാരിക്കും. ഇവിടെ പ്രസംഗം നടക്കുമോ? ഇല്ല. നിങ്ങളെല്ലാവരും നീച്ചെന്ന് പ്രസംഗിക്കുകയാണെങ്കിലോ? നിങ്ങൾ ഇരിക്കണം എന്നതാണ് ഇവിടുത്തെ നിയമം. ഞാൻ നിൽക്കണമെന്നാണ് നിയമം. ഞാൻ സംസാരിക്കണം എന്നാണ് നിയമം. നിങ്ങൾ കേൾക്കണം എന്നാണ് നിയമം. അപ്പോൾ ചില അസമത്വങ്ങളുണ്ട്. എനിക്കുള്ള അവകാശങ്ങൾ നിങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ള ചില അവകാശങ്ങൾ എനിക്കില്ല. ഇത് നിലനിൽക്കുമ്പോഴേ ഈ ഒരു പ്രസംഗം എന്നൊരു ഏർപ്പാട് നടക്കുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആത്യന്തികമായ സമത്വവും പറ്റൂല, ആത്യന്തികമായ സ്വാതന്ത്ര്യം പറ്റൂല. സ്വാതന്ത്ര്യമാണെങ്കിലോ ഇപ്പം നിങ്ങളോട് പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇരുന്നോളൂ എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? നിങ്ങൾക്കെല്ലാം സ്വതന്ത്രനാണ്, നിങ്ങൾ ഇഷ്ടമുള്ളവരെ ഇരുന്നോളൂ. ഈ പണി നടക്കുമല്ല. കുറേ ആൾക്കാർ അങ്ങോട്ട് ഇരിഞ്ഞിരിക്കുന്നു, കുറേ ആൾക്കാർ ഇങ്ങോട്ട് ഇരിഞ്ഞിരിക്കുന്നു, കുറേ ആൾ അങ്ങോട്ട് ഇരിഞ്ഞിരിക്കുന്നു, എന്തായാലും നടക്കില്ല. അവിടെ സമത്വമാണെങ്കിലും സ്വാതന്ത്ര്യമാണെങ്കിലും ആവശ്യമുണ്ട്. പക്ഷേ അതിന് ചില സ്റ്റാൻഡേർഡ്സ് വേണം.
ഇസ്ലാമിക വീക്ഷണത്തിൽ ഇസ്ലാമിക നിയമങ്ങൾ ഇതെല്ലാം അംഗീകരിക്കുന്നു. സമത്വവും അംഗീകരിക്കുന്നു, സ്വാതന്ത്ര്യം അംഗീകരിക്കുന്നു. വിമർശനങ്ങൾ കടന്നു വരുന്നൊരു വേദി, നിങ്ങൾ അതിൻ്റെ ഏറ്റവും അടിത്തറ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞാലും വരണത്. എന്താണ് ഇസ്ലാമിക സാമൂഹിക നിയമങ്ങളുടെ ഇതേപോലെ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സ്റ്റാൻഡേർഡ് എന്താണ് പറയാൻ പറ്റുമോ? ഇസ്ലാമിക നിയമങ്ങൾ, സാമൂഹിക നിയമങ്ങളിൽ ഇപ്പോൾ ഇത് സമത്വവും സ്വാതന്ത്ര്യമാണ് ലിബറലിസത്തിൻ്റെ എന്ന് പറഞ്ഞു. ഇതേപോലെ ഇസ്ലാമിക നിയമങ്ങളിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരടിസ്ഥാന സ്റ്റാൻഡേർഡ് ഉണ്ട്. അതെന്താണ്? അതെ, നീതിയാണ്, ജസ്റ്റിസാണ്. ഈ സമത്വവും സ്വാതന്ത്ര്യവും യഥാരൂപത്തിൽ നിലനിൽക്കണമെങ്കിൽ നീതി ഉണ്ടാകണം. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. നീതിയുടെ സ്റ്റാൻഡേർഡ് എന്താണ്? നീതി ആരാണ് തീരുമാനിക്കുക? നീതി തീരുമാനിക്കാൻ മനുഷ്യർക്ക് കഴിയുമോ? മനുഷ്യർക്ക് ഒറ്റക്കോ കൂട്ടത്തിനോ കഴിയുമോ? ഇതില്ല എന്നുള്ളതാണ് സത്യത. വളരെ വിശദീകരിക്കണമെങ്കിൽ നമ്മളുടെ വിഷയത്തിൽ നിന്ന് ഒരുപാട് പോകേണ്ടി വരും. ഓരോ വിഷയത്തിലും നീതി, ഇപ്പോൾ സമത്വം സ്വാതന്ത്ര്യം നിങ്ങൾ എടുത്തു നോക്കുക. സമത്വം ഭയങ്കരമായിട്ട് വേണമെന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാതാവും. അതാണ് കമ്മ്യൂണിസത്തിന് സംഭവിച്ചത്. കമ്മ്യൂണിസ്റ്റുകാർ തീരുമാനിച്ചത് എന്താ വെച്ചാൽ എല്ലാവർക്കും സമത്വം. എന്താണ്? എല്ലാവരും അധ്വാനിക്കട്ടെ. എല്ലാവർക്കും അധ്വാനിക്കുമ്പോൾ എല്ലാവർക്കും ഈ ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ഭക്ഷണത്തിനുള്ള ഏർപ്പാട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ കാർഷിക നിലയങ്ങളും സർക്കാരിൻ്റെതായി. റഷ്യയിലെല്ലാം സംഭവിച്ചതാണ്. എന്നിട്ട് എല്ലാവരോടും പണിയെടുക്കാൻ പറഞ്ഞു. എല്ലാവരും പണിയെടുക്കുക. എന്നിട്ട് പിന്നെ കൊയ്യാൻ വരുന്നത് പട്ടാളക്കാരാണ്, കൊയ്ത്ത് കൊണ്ടുപോവുക. എന്നിട്ടോ ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം കൃത്യസമയത്ത് എത്തിക്കുക. സംഭവിച്ചത് എന്താണ്? ആരും പണിയെടുക്കാതായി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു പ്രചോദനം ഇല്ലാതെ. അതോടൊപ്പം തന്നെ എന്തുണ്ടായിച്ചാൽ പിന്നെ ആരും പണിയെടുക്കാതായപ്പോൾ എന്തായി? പണിയെടുപ്പിക്കാൻ വേണ്ടി അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടായി. കാരണം നിർവാഹമല്ല. ഇപ്പോൾ പണിയെടുക്കാനുള്ള പ്രചോദനം എന്താണ്? ലാഭം കിട്ടുന്നുള്ള പ്രചോദനം അല്ലേ? നമുക്കെല്ലാം ഓരോ ജോലി ചെയ്യുമ്പോഴും കേവലം ഭക്ഷണത്തിനുള്ള മാത്രം ഒരു ഏർപ്പാടാണെങ്കിൽ എന്നും ഒരേ സ്റ്റാൻഡേർഡിൽ ഇങ്ങനെ പോകുള്ളൂ. മറിച്ച് അതിനപ്പുറത്ത് നമ്മൾ കൂടുതൽ ചെയ്യാനും കൂടുതൽ ഗവേഷണം നടത്താനും കൂടുതൽ ചെയ്യാനുള്ള എന്നുള്ള എന്താ? നമ്മുടെ സൗകര്യങ്ങൾ കൂടും, നമുക്ക് കൂടുതൽ വേതനം കിട്ടും, കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയാണ്. അതാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സാധനം. മനുഷ്യന് മോട്ടിവേഷൻ ഇല്ലാതെ കർമ്മം ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത് സമത്വം അങ്ങനെ ഭയങ്കരമായിട്ടുണ്ടാകുമ്പോൾ സ്വാതന്ത്ര്യം ഇല്ലാതെ, സ്വാതന്ത്ര്യം ഭയങ്കരമായിട്ടുണ്ടാകുമ്പോഴോ അതാണ് ലിബറലിസത്തിന് സംഭവിച്ചത്. എല്ലാ സമത്വങ്ങളും ഇല്ലാതെ. അപ്പോൾ സമത്വം അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. ഇല്ലാത്ത സമത്വം ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ തുടങ്ങി. അതാണ് സ്ത്രീ പുരുഷ സമത്വം, അത് ഇതെന്നെല്ലാം പറഞ്ഞുണ്ടാക്കണം. ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്ത സാധനം. അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് എന്താണ് സഹദിന് പ്രസവിക്കേണ്ടി വരുന്നത്. നിങ്ങൾ കേട്ടല്ലോ, ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണല്ലോ നമ്മളെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പിതാവ് പ്രസവിച്ചു എന്നാ പറഞ്ഞത്. എന്താ കാര്യം? പിതാവൊന്നുമല്ല, ഒരു പെണ്ണ് അവരുടെ പിന്നെ സ്ഥലങ്ങൾ മുറിച്ച് കളഞ്ഞ് ഹോർമോൺ ചികിത്സ നടത്തി ഞാൻ ആണാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ ബയോളജി മുഴുവനും പെണ്ണിൻ്റെതാണ്. സ്വാഭാവികമായിട്ടും ആണിൻ്റെ കൂടെ കിടന്നപ്പോൾ അവർ പ്രസവിച്ചു. ആ ആണിൻ്റെ കൂടെ കിടന്നു എന്ന് പറഞ്ഞാൽ ആണെന്താണ്? അവർ യഥാർത്ഥത്തിൽ പിന്നെ അവർ പറഞ്ഞത് അവർ പെണ്ണാണെന്നാണ്. ആ പെണ്ണാണെന്ന് പറയാൻ വേണ്ടി അവർ കുറേ ഹോർമോണുകളെല്ലാം അടിച്ച് കയറ്റിയിട്ട് കുറച്ച് പിന്നെ സ്ഥലങ്ങളെല്ലാം ഉണ്ടായി, കുറച്ച് പിന്നെ ഇതെല്ലാം ചെയ്തു. പക്ഷേ ബോട്ടം സർജറി ചെയ്യാത്തത് കൊണ്ട് തന്നെ അവർ കൂടെ കിടന്നപ്പോൾ സാധാരണ ആണും പെണ്ണും നടക്കാറുള്ളത് പോലെയുള്ള ലൈംഗിക ബന്ധം നടന്നു. പക്ഷേ ഗർഭിണിയായത് ഓലാണെന്ന് പറഞ്ഞ ആളാണ്, സത്യത്തിൽ പെണ്ണ് തന്നെയാണ് അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഇതെല്ലാം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഇല്ലാത്ത സമത്വം ഉണ്ടാക്കാനാണ്. ഇല്ലാത്ത സമത്വം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെയെല്ലാം ഒരു മോറൽ ബാക്ക് ബോൺ ഉള്ള ഒരേ ഒരു ആദർശം ഇസ്ലാമാണ്. എന്താണ് ബാക്ക് ബോൺ എന്ന് പറയാൻ കാരണം? ബാക്ക് ബോണിൻ്റെ പ്രത്യേകത എന്താണ്? ചെറുതായിട്ടെല്ലാം വളയും, പക്ഷെ വല്ലാതെ വളയാൻ പറ്റൂല, വളഞ്ഞാൽ പൊട്ടിപ്പോകും അല്ലേ? ഇത് ഇസ്ലാം ഒരിക്കലും വളയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റിഗ്മയാണെന്നല്ല അതിൻ്റെ അർത്ഥം. ചെറുതായിട്ടേ വളയൂ, എന്നാൽ എല്ലായ്പ്പോഴും ഇവർക്ക് അനുകൂലമായി, എല്ലാവരും പറയുന്ന ആസ്വാദനത്തിന് അനുകൂലമായിട്ട് വളയൂല. അപ്പോൾ എന്ത് വേണം? ഇസ്ലാമിനെ തമസ്കരിച്ചുകൊണ്ട് മാത്രമേ ഇവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ.
ഇപ്പം മുതലാളിത്തത്തിൻ്റെ ഒരു ദർശനമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലമാണ്. മുതലാളിത്തത്തിൻ്റെ ആത്യന്തികതയെക്കുറിച്ച് ഒരു നോവലുണ്ട്. അത് ബ്രേവ് ന്യൂ വേൾഡ് എന്നാണ് നോവലിൻ്റെ പേര്. 1932 പുറത്തിറങ്ങുന്നത്. ബ്രേവ് ന്യൂ വേൾഡ് 1932 പുറത്തിറങ്ങുന്നത്. ആൽഡസ് ഹക്സ്ലി എന്ന അമേരിക്കൻ ഫിലോസഫറാണ് ആ നോവലിൻ്റെ കർത്താവ്. അദ്ദേഹം പറയുന്നത്, കുറേ കാലം കഴിയുമ്പോൾ, അഥവാ 2300 ചില്ലാനിലാണ് അയാൾ പറയുന്നത്, 356 മറ്റാണ് എൻ്റെ ഓർമ്മ. ആ സമയത്ത് ഒരു സ്റ്റേറ്റ് ഉണ്ടാകും, ഒരു വേൾഡ് സ്റ്റേറ്റ്. അത് ലോകം മുഴുവനും ഒരൊറ്റ സ്റ്റേറ്റായി മാറും. ആ സ്റ്റേറ്റിൻ്റെ ആകെയുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം എന്നായിരിക്കും. എല്ലാവർക്കും സന്തോഷമായിരിക്കും. പക്ഷേ ആ സ്റ്റേറ്റിൽ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, സ്റ്റേറ്റിനെതിരെയുള്ള കലാപങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും സന്തോഷം ഉണ്ടെങ്കിൽ പിന്നെ കലാപങ്ങൾ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റിനെതിരെ കലാപങ്ങളില്ലാത്ത എല്ലാവരും സന്തോഷവാന്മാരാകുന്നതിൻ്റെ അടിത്തറ എന്താണ്? 2 കാര്യങ്ങൾ. വലിയ നോവലാട്ടോ, ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ട നോവലാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാവർക്കും എല്ലായ്പ്പോഴും ആവശ്യമായ രൂപത്തിൽ ലഹരി ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാവും. അതേ സന്തോഷത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ മാനകമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. എന്താണ് സന്തോഷത്തിൻ്റെ മാനകമാകാൻ കാരണം? ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടാകും. ടെൻഷൻ ഉണ്ടാകുമ്പോൾ അതാണ് സന്തോഷത്തെ കേടുവരുത്തുന്നത്. അപ്പോൾ ആ ടെൻഷൻ ഇല്ലാതാക്കാൻ വേണ്ടി ലഹരി അടിക്കുക. അതിന് ചിലപ്പോൾ മദ്യം മതിയാക്കും, ചിലപ്പോൾ MDMA വേണ്ടി വരും. ഇത് ആണ് ഒന്ന്. ഇതാണ് അവരുടെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അല്ലേ? നിങ്ങൾക്കിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ ആരോ സംസാരിച്ചു തോന്നുന്നുണ്ട്, ഞാനിങ്ങനെ വരുമ്പോൾ കേട്ട് മാതിരി എനിക്ക് തോന്നി ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെക്കുറിച്ച്, അതിലത്തെ സന്തോഷത്തിനെ പറ്റി പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഏതായാലും എല്ലാവരും പറയുക, ഇപ്പോൾ ഭൗതികവാദികളെല്ലാം പറയുക എന്താണ്, ലോകത്ത് ഏറ്റവും സന്തോഷമുള്ള രാജ്യം മതങ്ങളൊന്നുമില്ലാത്ത രാജ്യമാണ്. അതെന്താണ്? സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മതങ്ങൾ സജീവമല്ല. എന്നാൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അനുസരിച്ച് ഒന്നാമതുള്ളത് ഫിൻലാൻഡിനെ പോലെയുള്ള രാജ്യങ്ങളാണ്. ഫിൻലാൻഡിലൊന്നും മതം സജീവമല്ല. അതുകൊണ്ട് തന്നെ മതമില്ലാത്ത സ്ഥലത്താണ് ഭയങ്കര സന്തോഷം. അത് മുമ്പ് ഒരിക്കൽ സിനിമാ നടൻ, ഏതാണ് അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അദ്ദേഹം ഭയങ്കര കാര്യമായിട്ട് പറഞ്ഞു, അത് വലിയ വാർത്തല്ലായിരുന്നു. സിനിമാ നടന്മാർ പറഞ്ഞാൽ വലിയ വാർത്ത ആവുമല്ലോ. ശ്രീനിവാസൻ എന്ന സിനിമ നടൻ. ഇപ്പം ഏതായാലും അവിടെ മതങ്ങളൊന്നുമില്ല. അപ്പോൾ അവിടെ ഭയങ്കര സന്തോഷമാണെന്നാണ് പറഞ്ഞത്. ആ വിഷയത്തിൽ ഒരിക്കൽ ചോദ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, അതിനേക്കാൾ സന്തോഷമുള്ളൊരു സ്ഥലം ഞങ്ങളുടെ നാട്ടിലുണ്ട്. അതെവിടെയാണ്? എല്ലാവരും ഇങ്ങനെ ആശ്ചര്യത്തോടെ നിൽക്കുക. കുതിരവട്ടമാണ്. കുതിരവട്ടം ആശുപത്രിയിൽ പോയാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ തമാശ പറഞ്ഞതല്ല. നിങ്ങൾ കുതിരവട്ടത്തെ ആളുകളോട് പോയി ചോദിച്ചു നോക്കൂ. ഇംഗ്ലീഷിൽ ഒരു കവിതയുണ്ട്, വേർഡ്സ്വർത്തിൻ്റെ ഒരു കവിതയാണ് അത്. ദ എൻചാൻറ്റഡ് ഷർട്ട് എന്നാണ് ആ കവിതയുടെ ഹെഡിങ് തന്നെ. മാജിക്കൽ ഷർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. എൻചാൻറ്റഡ് എന്നാണ് അതാ, അത്ഭുതകരമായ അഭൂതപൂർവമായ കുപ്പായം. രാജാവിന് ഭയങ്കര ടെൻഷൻ. ആ ടെൻഷൻ കൊണ്ട് രാജാവിന് എല്ലാ അസുഖങ്ങളും. അങ്ങനെ അതിന് ചികിത്സ വേണം. ചികിത്സ ആലോചിച്ചിട്ട് ഒരുപാട് ഇവരെ വിളിച്ചു വരുത്തി, വൈദ്യന്മാരെ വിളിച്ചു വരുത്തി. വൈദ്യന്മാർക്കൊന്നും പരിശോധിച്ചിട്ട് ഒരു അസുഖവും കാണുന്നില്ല. ഒരു അസുഖമില്ല. അയാൾക്ക് പക്ഷേ ടെൻഷനാണ്, അസുഖമാണ്, അയാൾക്ക് അസുഖമാണെന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഒരു അസുഖം കണ്ടെത്താത്ത വൈദ്യന്മാരെ എല്ലാവരും രാജാവ് കൊന്നുകളഞ്ഞു. അപ്പോൾ ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ വൈദ്യന്മാരെ വിളിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് മരിക്കാൻ വേണ്ടിയാണ് അവർ വരണമെന്ന് അവർക്ക് തന്നെ അറിയാം. അങ്ങനെ ഒരുത്തൻ വൈദ്യരുടെ വേഷം കെട്ടിച്ച് കൊണ്ട് ചെന്നു. വൈദ്യനൊന്നുമല്ല. അയാൾ രാജാവിന് വളരെ ആമൂലാഗ്രം പരിശോധിച്ചിട്ട് പറഞ്ഞു, രാജാവിന് അതീവ ഭീകരമായ അസുഖമാണ്, ഭയങ്കരമായ അസുഖമാണ്. അതോടുകൂടി തന്നെ രാജാവിന് പകുതി സന്തോഷമായി. അസുഖം ഉണ്ടെന്ന് സംഭവിച്ചല്ലോ. ആ അസുഖത്തിന് ആകെ ഒരു ചികിത്സയേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ലോകത്ത് ഒറ്റ ചികിത്സയുള്ളൂ. ഒരു രാത്രി രാജാവ് ഒരു ദുഃഖവുമില്ലാത്ത ഒരാളുടെ കുപ്പായമിട്ട് കിടന്നുറങ്ങണം. അത്രമാത്രം ചെയ്താൽ മതി. ഒറ്റ രാത്രി ഉറങ്ങണം, ഒരു ദുഃഖവും ഇല്ലാത്ത ഒരാളുടെ കുപ്പായം. അങ്ങനെ ഈ കവിത ഭയങ്കര നീണ്ടതാണ്. അത് എന്താ വെച്ചാൽ പിന്നെ ഭടന്മാരിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുന്നതാണ് കുപ്പായം തേടിയിട്ട്. ഭയങ്കര സന്തോഷമുള്ള ആളെടുത്ത് ചെല്ലും. അപ്പോൾ അയാളോട് വിഷയങ്ങൾ ചോദിക്കുമ്പോൾ പറയും, എനിക്കെന്ത് സന്തോഷം,
അയാൾക്ക് ദുഃഖമാണ്, ഇന്ന വിഷയത്തിൽ ദുഃഖം, ഇന്ന വിഷയത്തിൽ ദുഃഖം, ഇന്ന വിഷയത്തിൽ ദുഃഖം, അങ്ങനെ പോയി. അങ്ങനെ കടപ്പുറത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു കൂട്ടം ഭടന്മാർ പോകുമ്പോൾ ഒരാൾ ചിരിച്ച് ഉല്ലസിച്ചുകൊണ്ട് നിൽക്കുന്നു. അയാളോട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ദുഃഖമുണ്ടോ? അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു ദുഃഖമില്ല. ദുഃഖം എന്ന പദം തന്നെ എനിക്കറിയില്ല. അപ്പോൾ പൂർണ്ണ സന്തോഷവാനാണോ? അതെ, ഞാൻ പൂർണ്ണ സന്തോഷവാനാണ്. ഞാൻ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാറില്ല, ഭൂതത്തെക്കുറിച്ച് ഒന്നും ആ തരത്തിലുള്ള ടെൻഷനുകൾ വെച്ച് പുലർത്താറില്ല. ഞാൻ എപ്പോഴും പ്രസൻറ്റിലാണ് ജീവിക്കുന്നത്, ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ അദ്ദേഹം ഇത് പറഞ്ഞുകൊണ്ടും ചിരിച്ച് അട്ടഹസിച്ച് ഇങ്ങനെ കടപ്പുറത്ത് കൂടെ ഇങ്ങനെ ഓടുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, രാജാകിങ്കരന്മാർ സമാധാനപ്പെട്ടു, നമ്മുടെ രാജാവിൻ്റെ അസുഖം ഭേദമാകാൻ പോകുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു കുപ്പായം തരും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കുപ്പായമല്ല. അങ്ങനെയാണ് കവിത അവസാനിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് കുപ്പായത്തിൻ്റെ ആവശ്യമില്ലാത്ത വിധം, ഡ്രസ്സിൻ്റെ ആവശ്യമില്ലാത്ത വിധം സന്തോഷവാനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബാക്കി നമുക്ക് വായിച്ചെടുക്കണം. കവിത അങ്ങനെയാണല്ലോ. ഏകദേശം അത്തരം ആളുകളാണ് കുതിരവട്ടത്തുള്ളത്. ഞാൻ പറയുന്നത് അത് സത്യത്തിൽ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ അടിസ്ഥാനം എന്താണ്? അവർക്ക് ഹാപ്പിയേ ഉള്ളൂ. കാരണം ഹാപ്പി ഇല്ലാതെയാകുന്ന അവസ്ഥ എന്താണ്? മനസ്സംഘർഷമുള്ള അവസ്ഥയാണ്. ആ മനസ്സംഘർഷം ഉണ്ടാകുമ്പോഴേക്ക് അവർ കുത്തിക്കയറ്റാനുള്ള മരുന്നുകൾ സുലഭമാണ് അവിടെ. അങ്ങനത്തെ ഒരു ലോകക്രമത്തെക്കുറിച്ചാണ് മുതലാളിത്തം സ്വപ്നം കാണുന്നത്. ഞാൻ പറഞ്ഞത്, ആൾഡെക്സ് എക്സലി തൻ്റെ പുസ്തകത്തിൽ പറയുന്നത്, ഓരോ പൗരന്മാരുടെയും അവിടെ അദ്ദേഹത്തിൻ്റെ വേൾഡ് ഗവൺമെൻറ്റിലെ ഓരോ പൗരന്മാരുടെ ഉത്തരവാദിത്തം എന്താണെന്നറിയാമോ? തൻ്റെ സഹപൗരന് ആവശ്യമായ തരത്തിലുള്ള ലഹരി ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ അയാളുടെ ഉത്തരവാദിത്തം. അപ്പോൾ എന്തായി? അയാൾക്ക് ആവശ്യമായ തരത്തിൽ ലഹരി കിട്ടുന്നുണ്ടോ എന്ന് എന്തിനാ? എൻ്റെ അയൽവാസിക്ക് ആവശ്യമായ തരത്തിൽ ലഹരി കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ എന്തിനാ ഉറപ്പുവരുത്തുന്നത്? അയാൾക്ക് ലഹരി കിട്ടാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അയാൾക്ക് കിട്ടേണ്ട കോലത്തിൽ ലഹരി കിട്ടിയിട്ടില്ല എന്നാണ്. അപ്പോൾ അതിനാവശ്യമായ തരത്തിൽ ലഹരി കൊടുക്കണം. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത്, അത്തരം ഒരു ലോകത്തുണ്ടാകുന്ന രണ്ടാമത്തെ സവിശേഷത, അവിടുത്തെ മുഴുവൻ ആണുങ്ങളും മുഴുവൻ പെണ്ണുങ്ങൾക്കുമാണ്, മുഴുവൻ പെണ്ണുങ്ങളും മുഴുവൻ ആണുങ്ങൾക്കുമാണ്. അപ്പോൾ എന്തുണ്ടായി? ആർക്കും ഒരു അസൂയയുമില്ല, ആർക്കും ഒരു പ്രശ്നമില്ല, ആർക്കും ഒരു മനസ്സംഘർഷമില്ല. നല്ല ആശയമാണ്. അതിലേക്ക് കൊണ്ടുപോകാൻ മുതലാളിത്തം അത് അന്ന് 1932 അദ്ദേഹം എഴുതുമ്പോൾ ഇന്നത്തെ ലോകക്രമമല്ല ഉള്ളത്. ഇന്ന് ലോകം അതിനേക്കാളും വേഗതയിൽ ഇങ്ങനെ പോവുകയാണ്. ഇന്ന് ഏകദേശം അവിടെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ ഇപ്പോൾ മഞ്ചേരിയിലെ ഈ ഒരു അടുത്ത പ്രദേശത്തെ അങ്ങാടിയിലെ സ്കൂളുകളിൽ പോലും നമ്മുടെ എക്സസൈസ് ഡിപ്പാർട്ട്മെൻറ്റ് പഠിപ്പിക്കുന്ന പ്രത്യേക പരിശീലകന്മാർ വന്നിട്ട് ക്ലാസ് എടുക്കുന്ന എന്താണ്? 8ാം ക്ലാസ്സിലെ 9ാം ക്ലാസ്സിലെ കുട്ടികളെ ആരെങ്കിലും എന്തെങ്കിലും പാക്കറ്റ് തന്നാൽ നിങ്ങൾ വാങ്ങരുത്, നിങ്ങൾ പെട്ടിക്കടയിൽ പോയിട്ട് എന്തെങ്കിലും വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ക്ലാസ് എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അത്രക്കും വ്യാപകമാണ് ലഹരി നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ പോലും എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുത്തെ പ്രസിദ്ധീകരണം. ഇത്തരം ഒരു ലോകക്രമം, ഈ ലോകക്രമത്തിന് വേണ്ടിയാണ്, ഈ ലോകക്രമമാണ് സ്വാഭാവികമായും ആസ്വാദനത്തിൻ്റെ ദർശനത്തിൻ്റെ ആളുകൾക്കുടെ സ്വപ്നം. ആ സ്വപ്നത്തിന് ഒരു ആകെ പ്രതിരോധം തീർക്കുന്നത് ഇസ്ലാമാണ്. ഞാൻ പറഞ്ഞ മോറൽ ബാക്ക് ബോണുള്ളതാണ്. അല്ല, എല്ലാതും അങ്ങനെയാണല്ലോ. ഇപ്പോൾ സഹദിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. എന്താണ് പുതിയ കാലത്തെ ലൈംഗികതയെക്കുറിച്ചുള്ള പ്രശ്നം? ലിംഗത്വത്തെക്കുറിച്ചുള്ള പ്രശ്നം എന്താണ്? നമ്മുടെ മദ്രസകളിൽ നിന്ന് അത് പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. മദ്രസകളിൽ നമ്മൾ ഈമാൻ കാര്യവും ഇസ്ലാം കാര്യവും പഠിപ്പിക്കുന്നത് പോലെ ആണും പെണ്ണും എങ്ങനെ തിരിച്ചറിയാമെന്ന് പഠിപ്പിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. കാരണം സ്കൂളിൽ നിന്ന് പഠിപ്പിക്കണത് എന്താ? നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങളുടെ ശരീരം നോക്കിയിട്ട് നിങ്ങൾ എന്താണെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. നിങ്ങൾ വലുതായി 14 വയസ്സായതിന് ശേഷം 13 വയസ്സായതിനു ശേഷം നിങ്ങൾക്ക് ലിംഗബോധം വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പെണ്ണാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പെണ്ണാണ്, ആണാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആണാണ്. അതുകൊണ്ട് നിങ്ങൾ ജനിക്കുന്നത് ജെൻഡർ ന്യൂട്രലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ പ്രായം വരെ ജെൻഡർ ന്യൂട്രലായിട്ട് വളർത്തണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകൾ വരുന്നത്. നമ്മൾ വിചാരിച്ചത് പാൻറ് ഇടാൻ വേണ്ടിയുള്ളതാണ് അല്ലെങ്കിൽ പാവാട എടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം. അത് വേറൊരു വശമാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള സമത്വം എന്ന് അവർ വിചാരിക്കുന്ന വൃത്തികെട്ട ലോകക്രമം, ആ ലോകക്രമത്തിൻ്റെ അനുകൂലമായിട്ട് അവർ വരിക എന്താണ്? സയൻസുമായിട്ടാണ്. അവർ പറയും ശാസ്ത്രീയമായി ആണും പെണ്ണും ഒരേപോലെയാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്ന ജീനുണ്ട്,
സ്വവർഗാനുരാഗം ജനിതകമാണെന്ന്, അത് ചില ആളുകൾക്ക് അതിൽ നിന്ന് മാറാൻ പറ്റില്ല, അതുകൊണ്ട് അവരെ സമ്മതിച്ചു കൊടുക്കണം എന്നത് സയൻസാണ്. ഇന്ന ജീൻ XQSV2 എന്ന ജീനുണ്ട്. ഇതെല്ലാം പറയും. ഇതെല്ലാം വന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ധാർമ്മികത തീരുമാനിക്കുന്ന ആളുകൾക്ക് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. അവിടെ തലകുനിക്കില്ല ഇസ്ലാം. എന്താ, എന്ത് ശാസ്ത്രം പറഞ്ഞിട്ടും കാര്യമില്ല. ധർമാധർമ്മങ്ങളുടെ കാര്യത്തിൽ പടച്ചോൻ പറഞ്ഞത് മാത്രമാണ് ധാർമ്മികത. അത് സയൻസ് എന്തെങ്കിലും അതിനെതിര് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സയൻസിന് തെറ്റിയെന്നാണ്, അല്ലാതെ പടച്ചോനക്ക് തെറ്റിയെന്നല്ല. ഈ ഒരു തലത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുന്നത് കൊണ്ട് ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കുന്ന ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഒരേ ഒരു മാനദണ്ഡം ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തും. ധർമാധർമ്മങ്ങളെ വ്യവച്ഛേദിക്കാൻ വേറെ ആരുടെ ഒന്നുമില്ല. നമ്മൾ വിചാരിക്കും മുമ്പുള്ള വേദഗ്രന്ഥങ്ങളുടെ ആളുകളിൽ ഉണ്ടല്ലോ, ഒന്ന് വളരെ ശക്തമായി മൂസാ നബിൻ്റെ ആളുകളായി നിൽക്കുന്ന ആരാ? ഇസ്രായേലരല്ലേ? ബൈബിൾ പഴയ നിയമത്തിൽ അഥവാ തോറയിൽ, പഴയ നിയമം അഥവാ തോറയല്ല, അല്ല 5 പുസ്തകങ്ങളാണ് തോറയായിട്ട് അറിയപ്പെടുന്നത്. അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറ, അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി അറിയപ്പെടുന്ന തൗറാത്ത്, ഇന്നത്തെ ബൈബിളിലുള്ള ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ആവർത്തനം, ലേവ്യ തുടങ്ങിയ 5 പുസ്തകങ്ങളെ അതിൻ്റെ ഹീബ്രു രൂപമാണത്. ആ ഇതിൽ പറയുന്നത് സ്വർഗാനുരാഗിയായ പുരുഷനെയും സ്ത്രീയെയും കൊന്നുകളയണമെന്ന്. പക്ഷേ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം സ്വർഗാനുരാഗികളുള്ള നാടുകളിലൊന്ന് ഇസ്രായേലാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന നാടുകളിലൊന്ന് ഇസ്രായേലാണ്. അതിനുവേണ്ടി നിയമമുള്ള നാടുകളുള്ള ഇസ്രായേലാണ്. എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ, അവിടെ അവർക്ക് ബാക്കിയുള്ളവരെ അടിമപ്പെടുത്താൻ മാത്രമാണ് മതം ആവശ്യമുള്ളൂ, അല്ലാതെ ഇതിനൊന്നും മതം ആവശ്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, മതം എന്നുള്ള നിലക്ക് ക്രിസ്ത്യാനികളാണെങ്കിൽ ഇപ്പോൾ അച്ഛന്മാർ വരെ സ്വർഗാനുരാഗികൾക്കാകാം എന്നാണ് പുതിയ പോപ്പിൻ്റെ തീരുമാനം. അതോടെ അതും കഴിഞ്ഞു. അവിടെ മുസ്ലിം സമൂഹത്തിൽ ഇങ്ങനത്തെ ഫിത്തനകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റാത്ത നമ്മുടെ പ്രമാണങ്ങളുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ അതിൽ ഖുർആനിലുണ്ടോ, ഹദീസുകളിലുണ്ടോ, സലഫുകൾ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പം ആ പ്രമാണങ്ങളെ, ആ മാനദണ്ഡങ്ങളെ, ആ നട്ടെല്ലിനെ തകർത്തുകൊണ്ട് മാത്രമേ ഈ ആസ്വാദനത്തിൻ്റെ തത്വശാസ്ത്രത്തിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒന്നാമത് ഞാൻ പറഞ്ഞു, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? ഒന്ന്, ആകെ നിരാശയിലാണ്. കാരണം അടിസ്ഥാന ദർശനം ശാസ്ത്രമായിരുന്നു, ശാസ്ത്രം കൈവിട്ട് പോയിട്ടുണ്ട്. പിന്നെയുള്ളത് എന്താണ്? ഈ ശാസ്ത്രം വെച്ചിട്ടായിരുന്നു എല്ലാം ന്യായീകരിച്ചിരുന്നത്. രണ്ടാമത്തേത് ഈ ജീവിത ദർശനമാണ്. ആ ജീവിത ദർശനത്തിനെതിരെ നിൽക്കുന്നത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനോട് ഉള്ള വെറുപ്പിൻ്റെ അടിത്തറയതാണ്. ഈ ജീവിത ദർശനത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ലോകത്തെ കച്ചവടം നിലനിൽക്കുന്നത്. കച്ചവടം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, നമ്മൾ മാർക്കറ്റ്, നമ്മൾ മുതലാളിത്തം എന്ന് പറയുമ്പോൾ എല്ലാം കച്ചവടമാണെന്നാണ് മുതലാളിത്തത്തിൻ്റെ തിയറി. അപ്പം അങ്ങനെയാകുമ്പോൾ 5 കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളിലൂടെ മാത്രമാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സംഭവം നിലനിൽക്കുള്ളൂ എന്നാണ്. നല്ല വിശദീകരിക്കാൻ ഒരുപാട് സമയം വേണം, നമ്മുടെ വിഷയത്തിൽ നിന്ന് പോകും. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ലഹരി തന്നെയാണ്. ലഹരി ഇല്ലാതെ മാർക്കറ്റിംഗ് ഇല്ല. 2, പെണ്ണിൻ്റെ സൗന്ദര്യമാണ്. സൗന്ദര്യം പ്രദർശിപ്പിക്കാത്ത മാർക്കറ്റിംഗ് ഇല്ലല്ലോ, നമുക്കറിയാവുന്നതാണ്. രാവിലെ കുടിക്കേണ്ട കട്ടൻ ചായ ഏതാണെന്ന് തീരുമാനിക്കണമെങ്കിൽ ടെലിവിഷൻ നോക്കിയാൽ ഏതെങ്കിലും പെണ്ണിൻ്റെ നിമ്നോന്നതികളിലൂടെ കടന്നു പോകണം ഒരാൾക്ക്. രാത്രി കിടന്നുറങ്ങേണ്ട ഒരു തലയാണ് ഏതാണെന്ന് തീരുമാനിക്കണമെങ്കിൽ ഇതേ അവസ്ഥയാണ്. ഇത് എന്തിനാണ്? ഇതിനുള്ള വലിയ സയൻസും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ വെറുതെ ഏതെങ്കിലും പെണ്ണിനെ കയറ്റിവിടുന്നതല്ല, അതിന് വലിയ സയൻസ് ഉണ്ട്. ന്യൂറോ മാർക്കറ്റിംഗ് എന്നാണ് അതിൻ്റെ പേര്. അതല്ല, ഞാൻ പിന്നീട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ഇപ്പോൾ സമയമില്ല. ന്യൂറോ മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് ഏത് തരത്തിലുള്ള പെണ്ണ് ഇന്ത്യക്കാർക്ക്, കേരളക്കാർക്ക്, മഞ്ചേരിക്കാർക്ക് വേണമെന്ന് തീരുമാനിച്ച് അതിനനുസരിച്ചാണ് നിങ്ങളുടെ തലച്ചോറിലേക്ക് ഇത് അടിച്ചു കയറ്റുന്നത്. അതിന് പ്രൈമിംഗ് എന്നാണ് പറയുക, അടിച്ചു കയറ്റുക. അപ്പോൾ ഇവിടെ അത് രണ്ടാമത്തെ പെണ്ണ്. മൂന്നാമത്തേത് ലോട്ടറിയാണ്. ലോട്ടറി, ചൂതാട്ടം, ചെറിയ ലോട്ടറി മുതൽക്ക് വലിയ ചൂതാട്ടം വരെയുള്ള സംഗതികൾ. നാലാമത്തേത് പെണ്ണിൻ്റെ ശരീരം തന്നെയാണ്. പോർണോഗ്രഫി മുതൽക്ക് മസാജ് പാർലറുകൾ വരെയുള്ളത്. അഞ്ചാമത്തേത് പലിശയാണ്.
വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മുതലാളിത്തത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് പലിശ. ഈ 5നും ഇസ്ലാം എതിരാണ്. അപ്പോൾ ഇവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ഈ ഇസ്ലാമിൻ്റെ ഈ ഒരു ഹമ്പ് കയറി പോകണമെങ്കിൽ ഒന്നിക്ക ഹമ്പ് നിരപ്പാക്കണം, അതല്ലെങ്കിൽ ഹമ്പിനെ പിന്നെ ഇല്ലാതെയാകണം. അതല്ലാതെ അങ്ങോട്ട് പോകില്ല, ഉള്ള സ്പീഡിൽ പോകില്ലല്ലോ. അപ്പം അതിനു വേണ്ടിയാണ് ഇസ്ലാമിനെതിരെയുള്ള യുദ്ധം മുഴുവൻ. അവിടെയാണ് ഇസ്ലാം വിമർശനങ്ങൾ കയറി വരുന്നത്. അവിടെ വിമർശിക്കണമെങ്കിൽ എന്തിനെയാണ് വിമർശിക്കേണ്ടത്? എന്തിനെയാകണം? ഞാൻ പറഞ്ഞല്ലോ, മോറൽ ബാക്ക് ബോൺ എന്താണ്? ഖുർആനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് അവസാനത്തെ വാക്ക് അതാണ്. ഒരു വിഷയത്തിൽ ഭയങ്കര പ്രസംഗമെല്ലാം കഴിഞ്ഞാലും നമ്മൾ അവസാനം പറയാൻ എന്താണ്? എൻ്റെ സയൻസും കാര്യവും എല്ലാം വെച്ചിട്ട് ഒരാൾ സ്ഥാപിച്ചു എന്ന് വിചാരിക്കുക. അപ്പം നമുക്ക് സയൻസൊന്നും അറിയില്ല, അങ്ങനെ ഇരിക്കുകയാണ്. എന്താണ് ഇതാണ് ശരി? ഉദാഹരണത്തിന് പിന്നെ സ്ത്രീ പുരുഷ സമത്വം എന്നുള്ള ആശയത്തിന് വേണ്ടി ഭയങ്കരമായിട്ട് സമർത്ഥിച്ച് എല്ലാം വന്നിട്ട് ലാസ്റ്റ് നമ്മൾ പറയാം എന്താണ്? ഇതെല്ലാം ശരിയായിരിക്കും, പക്ഷെ പടച്ചോൻ പറഞ്ഞ എങ്ങനെ? അവിടെ കഴിഞ്ഞു. ആ പടച്ചവൻ പറഞ്ഞത് എന്ന് പറയുന്ന നിങ്ങളുടെ എൻ്റെ മനസ്സിലേക്ക് നാം സ്വീകരിക്കുന്ന ഈ പ്രമാണത്തെക്കുറിച്ചുള്ള അപകർഷതാബോധം സൃഷ്ടിക്കുക വഴി മാത്രമേ അത് നിരപ്പാക്കാൻ കഴിയൂ. അത് സൃഷ്ടിക്കലാണ് ഈ വിമർശനങ്ങളുടെ ലക്ഷ്യം. നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങളുടെ പ്രായത്തിലുള്ള പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് അപകർഷതാബോധത്തെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ, മുസ്ലിമാണെന്ന വിഷയത്തിലുള്ള അഭിമാനബോധത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇതിനെ ഇംപ്ലാന്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ വിമർശനം. ആ വിമർശനങ്ങൾക്ക് മറുപടി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ഓരോ വിമർശനങ്ങൾക്കും മറുപടി കണ്ടെത്തി കഴിഞ്ഞാലും വിമർശനം തുടർന്നുകൊണ്ടിരിക്കും. കാരണം ആ രൂപത്തിലുള്ള ഗവേഷണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ചില വിമർശകന്മാർ പ്രോഗ്രാമിനെല്ലാം വരുമ്പോൾ ചോദ്യം ചോദിക്കുമല്ലോ, ചോദ്യം ചോദിച്ചിട്ട് മറുപടി നമ്മളിങ്ങനെ പറയുമ്പോൾ ഓരിങ്ങനെ തരികയായിരിക്കും അടുത്ത വിമർശനം എവിടെയാണുള്ളത്. അപ്പോൾ അവരെന്തിനാ വന്നത്? വിമർശിക്കാനാണ്. അത്തരം ആളുകളോട് ആ രൂപത്തിൽ സംവദിച്ചതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. കാരണം ഓരെ സംബന്ധിച്ചിടത്തോളം ഓല പണി വിമർശനം, നമ്മളെ പണി ഉത്തരം പറയാം. ഓല് വിമർശിക്കാൻ ഉത്തരം പറയാം, വിമർശിക്കാൻ ഉത്തരം പറയാം. അതുകൊണ്ട് കാര്യം. പിന്നെ എന്തിനാണ് നമ്മൾ ഉത്തരം പറയുന്നത്? നമ്മൾ ഉത്തരം പറയുന്നത് അവർക്കല്ല, അവരുടെ വിമർശനങ്ങൾ വഴി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ആളുകളുണ്ട്. ഇപ്പം സംവാദങ്ങളെല്ലാം നമ്മൾ നടത്തുന്നത് പ്രധാനമായിട്ട് അതിനാണ്. അതെന്താ? സംവാദങ്ങൾ നടത്തുമ്പോൾ സംവാദങ്ങൾ വഴി ഈ പറഞ്ഞ പലപ്പോഴും സംവാദങ്ങൾക്ക് എത്താറുള്ളത് മനസ്സുകൾക്ക് രോഗം ബാധിച്ച, അതല്ലെങ്കിൽ പിന്നെ അള്ളാഹു തന്നെ ഈ പിന്നെ പൂട്ടിട്ട് എന്ന് പറഞ്ഞില്ല, ആ രൂപത്തിലുള്ള മാനസികാവസ്ഥയുള്ള ആളുകളായിരിക്കും. ഏത് സത്യം കണ്ടാലും സ്വീകരിക്കാത്ത ആളുകളായിരിക്കും. പക്ഷേ അത്തരക്കാരുമായി നമ്മൾ സംവാദങ്ങൾ നടത്തുമ്പോൾ ആ സംവാദങ്ങൾ വഴി നമ്മൾ സാധാരണ പറയാൻ ഉറക്കം നടിക്കുന്ന ആളുകളാണ്. ആ ഉറക്കം നടിക്കുന്ന ആളുകളുമായി സംവാദങ്ങൾ നടത്തിയിട്ട് കാര്യമില്ല. ഒരു ഉറങ്ങുകയാണ്. ഉറങ്ങുകയാണെങ്കിലേ ഉണർത്താൻ പറ്റുള്ളൂ. ഉറങ്ങുകയാണെങ്കിൽ നമുക്ക് ഉണർത്താം. ചിലപ്പോൾ ഒന്ന് വിളിച്ചിട്ട് ഉണർന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കുലുക്കി വിളിച്ചു വെക്കാം. പക്ഷെ കുലുക്കിയാൽ കൂടുതൽ ശക്തത്തിൽ കൂർക്കം വലിക്കുന്ന ആളുകളെ ഉണർത്താൻ പറ്റുമോ? കൂടുതൽ കുലുക്കും തോറും കൂർക്കം വലിൻ്റെ വലിപ്പം കൂടുക. കാരണം അവർ ഉറങ്ങുകയല്ല. അപ്പോൾ അത്തരക്കാരെ നമ്മൾ കുലുക്കുന്നത് എന്തിനാ? സംവാദം നടത്തുന്നത് എന്തിനാ? അവരുറങ്ങണത് കണ്ടിട്ട് ഇത് ഉറങ്ങുന്നതാണെന്ന് വിചാരിച്ചിട്ട് സാധുക്കളായ കുറേ ആളുകൾ വെറുതെ ഉറങ്ങാൻ കിടക്കണവരുണ്ടാവും. അവരെ ഉണർത്താൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. അതാണ് പലപ്പോഴും അത്തരം കാര്യങ്ങൾ വഴി ഉണ്ടാവുക. ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. അപ്പം ഇത്തരം വിമർശനങ്ങൾ കേൾക്കുമ്പോൾ, ആ വിമർശനങ്ങൾക്ക് മറുപടി പറയുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിമർശനങ്ങൾ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാർ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് ആ രംഗത്തുണ്ടാകേണ്ടത് ആകെ ഒരൊറ്റ കാര്യം മാത്രമാണ്. അതാണ് നേരത്തെ ഞാൻ ഓതി വെച്ച പിന്നെ ആയത്തുകളിലുള്ളത്. ആ ഒരു കോൺഫിഡൻസ് നമ്മുടെ മനസ്സിലേക്ക് നിങ്ങൾ ഇംപ്ലാന്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഏത് വിമർശനം വന്നാലും നിങ്ങളതിന് മറുപടി കണ്ടെത്തിയിരിക്കും. ആ മറുപടി ആരും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. അത് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ശ്രമിച്ചാൽ അള്ളാഹു നമ്മളങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പടച്ചോൻ എങ്ങനെ ഗൈഡ് ചെയ്യാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഭംഗിയായിട്ട് ഗൈഡ് ചെയ്യും. അത്ഭുതകരമാണ് ആ കാര്യം എന്താണ്? ആ കാര്യമാണ് ഞാൻ സൂറത്ത് തൗബയിൽ നിന്ന് ഓതി വച്ച ആയത്തുകളിലുള്ളത്. അവർ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രകാശത്തെയാണ് ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നത്. വല്ലാത്തൊരു വാക്കാണത്.
ഓരോരുത്തുള്ളത് കേവലം വായ മാത്രമാണ്. കെടുത്താൻ ശ്രമിക്കുന്നത് അള്ളാൻ്റെ പ്രകാശത്തെ. പക്ഷേ ഒരുപാട് സ്ഥലത്തുണ്ട് ഈ ആയത്തിലെ സൂറത്ത് സഫിലല്ലുണ്ട് ഇതേപോലെ തന്നെ ഉള്ള ആയത്ത്. പക്ഷേ ഈ സൂറത്ത് തൗബയിലെ ആയത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ വയ്യാബല്ലാഹു, വല്ലാത്തൊരു പ്രയോഗമാണ്. അള്ളാഹു സമ്മതിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ളത്. മറ്റോടത്തെല്ലാം പ്രകാശം കെടൂല എന്നാ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ എന്താ, അള്ളാഹുവിൻ്റെ പ്രകാശത്തെ കെടാൻ സമ്മതിക്കൂല. അപ്പോഴോ അള്ളാഹിൻ്റെ പ്രകാശമാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ ഇവരെത്ര വലിയ ആൾക്കാരായിട്ട് എന്താ നമ്മുടെ അടുത്ത് ഈ സാധനമുള്ളത് ആരതാ? അള്ളാഹിൻ്റെതാണ്. പിന്നെന്തിനാ നമ്മൾ പഠിക്കണേ? ഒരു ഊതി നോക്കും. നമുക്കൊരു കുഴപ്പമുണ്ട്, ഉമ്മത്തിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഓലിങ്ങനെ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചാണ്ട് പറയും ഇത് അള്ളാഹിൻ്റെ പ്രകാശമാണെന്ന് വിചാരിച്ചാണ്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ നന്നായി ഒന്ന് ഊതുമ്പോൾ കെട്ടുമ്പോൾ ഇസ്ലാം ദീൻ അപകടത്തിൽ നിന്ന് നമ്മളിങ്ങനെ പറയും. കാര്യം എന്താണ്? അവരെ കയ്യിലുള്ള അള്ളാഹിൻ്റെ പ്രകാശമല്ല, മെഴുകുതിരിയാണ്. അള്ളാഹുവിൻ്റെ പ്രകാശമാണ് യഥാരൂപത്തിലുള്ള ദീനാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അത് കെടൂല, ഒരു സംശയമില്ല. അപ്പം ഇങ്ങനെ കെടൂല എന്നുള്ളത് കൊണ്ട് തന്നെ അത് പിടിക്കാനുള്ള ഒരു ആത്മവിശ്വാസം മാത്രമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതോടൊപ്പം തന്നെ പടച്ചോൻ തരണ ഒരു വല്ലാത്ത ഒരു ആത്മവിശ്വാസം നൽകുന്ന വാക്കാണ് അടുത്ത വചനം. അത് ഖുർആനിൽ 3 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അവനാണ് അള്ളാഹുവിൻ്റെ ദീനുമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ആ ദീൻ്റെ പ്രത്യേകത എന്താണ്? ദീനുൽ ഹഖ്. അതിൻ്റെ സവിശേഷത എന്താണ്? ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി. സകല മതങ്ങളെയും സകല ദർശനങ്ങളെയും സകല തത്വശാസ്ത്രങ്ങളെയും അതിജയിക്കാനുള്ളതാണ്. ഇത് പടച്ചോൻ സർട്ടിഫൈ ചെയ്ത സാധനമാണ് നമ്മുടെ അടുത്തുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മളെ ഒപ്പമുള്ളത് ഏറ്റവും വലിയ ബുദ്ധിജീവി ആയിക്കോട്ടെ, ശാസ്ത്രജ്ഞനായിക്കോട്ടെ, ബുദ്ധിരാക്ഷസനായിക്കോട്ടെ, യുക്തിരാക്ഷസനായിക്കോട്ടെ, ആരായാലും നമ്മളെ കയ്യിലുള്ള പ്രോഡക്റ്റ് എന്താണ്? അതിൻ്റെ സംരക്ഷണം ഏറ്റെടുത്തത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെടുത്തുള്ളത് അള്ളാഹിൻ്റെ ദീനാണെങ്കിൽ പിന്നെ അത് പൊളിയണ പ്രശ്നമല്ല. എന്നല്ല സത്യം, ഞാൻ പറഞ്ഞല്ലോ, പരമ്പരാഗതമായി മത പഠനത്തിന് അവസരം ലഭിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് നമ്മളെ സംവാദവേദിയിലേക്കെല്ലാം കടന്നു വരാൻ ആകുള്ളൊരു പേടിയില്ലായ്മ ഈ 2 ആയത്തുകൾ. കാരണം അള്ളാഹ് ഏറ്റെടുത്തതല്ലേ. നമ്മൾ അള്ളാഹിൻ്റെ ദീനാണെങ്കിൽ നമ്മൾക്ക് തല കുനിക്കേണ്ടി വന്നാലും അള്ളാഹിൻ്റെ ദീൻ തല കുനിക്കൂല എന്നുള്ളത് ഉറപ്പല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഇംപ്ലാന്റ് ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ബാക്കി നിങ്ങൾ കണ്ടുപിടിച്ചോളെന്നാണ് ഞാൻ പറയും. നിങ്ങൾ കണ്ടുപിടിക്കും. കാരണം നിങ്ങളിത് ദീൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനം ഉണ്ടാവും. നേരത്തെ കുറച്ച് വിമർശനങ്ങളെ പറ്റിയെല്ലാം ഇങ്ങനെ ഞാൻ വരുമ്പോൾ വിഷയം അവതരിപ്പിച്ചിരുന്ന ആൾ പറഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആകെ പേടിക്കും. അപ്പം ഞാൻ എൻ്റെ 1-2 അനുഭവങ്ങൾ പറയാം. വിമർശനങ്ങൾ നേരിടുന്നതാണല്ലോ നമ്മുടെ വിഷയം. പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ ആ വിമർശനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ പഠിക്കുന്ന ആളുകൾ എന്നുള്ള നിലക്ക് കുറച്ചുകൂടി ഗവേഷണാത്മകമായി നിങ്ങൾക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയുന്ന രൂപത്തിലുള്ള 1-2 അനുഭവങ്ങൾ. ഞാൻ ഖുർആൻ്റെ മൗലികത എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. 2 വാള്യങ്ങളാണ് പുസ്തകത്തിൽ. അതിൽ ഖുർആനുള്ള വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ള ലക്ഷ്യത്തിൽ എഴുതിയതാണ്. 10-20 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അതിൽ 1-ാമത്തെ വാള്യത്തിൽ ഖുർആനെതിരെയുള്ള മൊത്തത്തിലുള്ള വിമർശനങ്ങൾക്ക് മറുപടി എഴുതി. അതിങ്ങനെ ചോദ്യം ഉത്തരമായിട്ടാണ് പുസ്തകം. 1-ാമത്തെ വാള്യം മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട്. അപ്പോൾ 1-ാമത്തെ വാള്യത്തിൽ സാധാരണയായി ഉന്നയിക്കപ്പെടാറുള്ള സ്ത്രീപക്ഷ വിമർശനം, അതേപോലെ തന്നെ അടിമത്വമായിട്ട് ബന്ധപ്പെട്ട വിമർശനം, ഖുർആൻ്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിമർശനം, സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട വിമർശനം, പിന്നെ ഖുർആനിലെ നിയമങ്ങൾ ക്രൂരമാണ് എന്ന വിമർശനം, ഇങ്ങനത്തെ കാര്യങ്ങൾ സാധാരണ കേൾക്കാറുള്ള വിമർശനമാണ്. ഇതിനെല്ലാം അൽഹംദുലില്ലാഹ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ മറുപടി എഴുതി. അന്ന് അതിനൊരു ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അൽഹംദുലില്ലാഹ് അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഒരു യുഗത്തിലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുന്ന സമയത്താണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്നേഹസംവാദം.org എന്നുള്ള സൈറ്റ് കയറിയാൽ അതിലുള്ള ചോദ്യോത്തരങ്ങൾ ലഭിക്കും. അപ്പോൾ അതിൻ്റെ നമ്മൾ ലക്ഷ്യമാക്കിയത് തന്നെ അതാണ്. നമ്മളെ ആളുകൾക്ക് ഇത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലാകുമ്പോൾ വിമർശനങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പറ്റും, അതേ പഠിക്കാനെല്ലാം പറ്റും എന്നുള്ളവർക്കാണ് ആ രൂപത്തിലാക്കിയത്. ഏതായാലും അൽഹംദുലില്ലാഹ് 1-ാമത്തെ വോള്യം ഇറങ്ങി. 2-ാമത്തെ വോള്യം ഞാൻ ഉദ്ദേശിച്ചത് ഈ ഓറിയൻ്റലിസ്റ്റുകളുടെ വിമർശനമുണ്ട്. ആ വിമർശനങ്ങൾക്ക് മറുപടി എഴുതുന്ന ഓറിയൻ്റലിസ്റ്റുകളുടെ വിമർശനത്തിനും മറ്റേതിനും കുറച്ചൊരു വ്യത്യാസമുണ്ട്. മറ്റേത് ഏത് സാധാരണക്കാരനെയും ഒന്ന്
ഒന്ന് ഒന്ന് ഒന്ന് വിമർശകനാക്കി തീർക്കുന്ന തരായിരിക്കും. പക്ഷേ അതിന് മറുപടി പറയുക എന്നുള്ളത് അവരോടൊപ്പം നടന്നാൽ ഒരു സാധാരണ ഭാഷയിൽ നമുക്ക് പെട്ടെന്ന് കഴിയും. ഇപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ വിമർശനം കേൾക്കുമ്പോൾ വിമർശനമാണെന്ന് നമുക്ക് തന്നെ തോന്നും, മനസ്സിലാവും. ഓറിയന്റലിസ്റ്റുകളുടെ വിമർശനത്തിന് പ്രത്യേകത എന്താ വെച്ചാൽ അത് വിമർശനമാണെന്ന് മനസ്സിലാവില്ല. നമ്മളെയും കൂടി അവർ കൂടെ അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. നമ്മളിങ്ങനെ കൂടെ പോയി കുറച്ച് അപ്പുറത്തെത്തുമ്പോഴാണ് നമുക്ക് തോന്നുക ഇതിങ്ങനെ പോയ വഴിക്ക് പോയാൽ റസൂലിനെ തന്നെ വിമർശിക്കേണ്ടി, റസൂലിൻ്റെ സ്ഥാനം തന്നെ നമ്മളെ ഹൃദയത്തിൽ നിന്ന് പോവില്ലാന്ന്. ഓറിയന്റലിസ്റ്റുകളെ റസൂൽ സ്ഥാനെല്ലാം പൊക്കി പറയുന്ന ചില പുസ്തകങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ വില്യം മൂറിൻ്റെ എല്ലാം ചില ബുക്കുകളുണ്ട്, അതേപോലെ ഉള്ള ആളുകളുടെ ചില പുസ്തകങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഭയങ്കരമായിട്ട് അവതരിപ്പിക്കും. നമ്മളതിൽ നിന്നെല്ലാം കോട്ടിങ്ങെല്ലാം എടുക്കും. പക്ഷേ ആ പുസ്തകം മൊത്തത്തിൽ വായിച്ചാൽ മുഹമ്മദ് ഭയങ്കരമായിരുന്നു, ഉഷാറായിരുന്നു. പക്ഷേ പിന്നെ മൂപ്പരെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയാണ് കേട്ടോ, മൂപ്പരുടെ ഒരു ചില കുഴപ്പങ്ങൾക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പരുടെ സ്രോതസ് അറബി പാഗനിസം ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ചില കാര്യങ്ങളിൽ ചില പ്രശ്നം ഉണ്ടായത്. എന്നിട്ട് ആ പ്രശ്നങ്ങളെല്ലാം ചെറുതായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. അതുപോലെ അദ്ദേഹത്തിൻ്റെ തകരാറല്ല, അദ്ദേഹത്തിന് ഇപ്പം റസൂലുള്ളാഹിനെ പറ്റി നമ്മൾ വിചാരിക്കുന്ന ആൾ ഭയങ്കരമാണെന്നാണ് അയാൾ പറയുന്നത്. പക്ഷേ കുറച്ച് തകരാറ് എന്താ വന്നത്, അത് നബിൻ്റെ കേടല്ല, അത് മുശ്രിക്കുകളുടെ കേടാണ്. അപ്പോൾ ബാക്കി നന്മകൾ എവിടുന്നാണ് കിട്ടിയത്? അതും ഇതിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ വഹീനെ അങ്ങനെ നിഷേധിക്കുക, നബിൻ്റെ വ്യക്തിത്വത്തിനാണ്ട് പൊക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ എല്ലാം ശരിയാണെന്ന് ഇങ്ങനെ തോന്നിപ്പോകും. അങ്ങനെയാണ് അതിൻ്റെ രീതി ഉണ്ടാകും. ആണ് ഓറിയന്റലിസ്റ്റുകളുടെ വിമർശനത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ, അതിൽ വളരെ സമർത്ഥമായി പറയുന്ന ചില വിമർശനങ്ങൾ ഉണ്ടാവും. അതിന് മറുപടി പറയുക എന്നുള്ള ലക്ഷ്യത്തിൽ ഞാനിങ്ങനെ അത് ക്രോഡീകരിക്കുന്നത്. അതിനിങ്ങനെ മറുപടി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു സംഗതി, ഒരു സംഗതി എത്ര പരിശോധിച്ചിട്ടും ഉത്തരം കിട്ടണില്ല. പരിശോധിച്ചിട്ട് ഒരു നമുക്ക് സംതൃപ്തമായ ഒരു ഉത്തരം കിട്ടണമല്ലോ എഴുതണമെങ്കിൽ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സൂറത്ത് മറിയമല്ലേ, യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറ്റി പറയുമ്പോൾ ലം നജഅൽ ലഹു മിൻ ഖബലു സമീയ എന്ന് പറയുന്നു. ഇസ്മുഹു യഹ്യ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മുൻപ് ആ പേര് ആരെയും വിളിച്ചിട്ടില്ല. ഇപ്പം യഹ്യ നബിയെക്കുറിച്ചുള്ള നമ്മുടെ അറബി കിതാബുകളിലും അതേപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള ഖുർആൻ ട്രാൻസ്ലേഷൻസിലെല്ലാം യഹ്യ എന്നിട്ട് ബ്രാക്കറ്റിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നോ അല്ലെങ്കിൽ യോഹന്നാൻ എന്നോ കൊടുത്തിട്ടുണ്ട്. ബൈബിളിലെ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന പ്രവാചകനാണ് യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇനിയാണ് വിമർശനം. ഖുർആനിൽ പറയുന്നത് യോഹന്നാൻ്റെ പേരുള്ള ഒരാളും അതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ ബൈബിൾ പഴയ നിയമത്തിൽ 11 യോഹന്നാന്മാരുണ്ട്. പക്ഷെ ആ യോഹന്നാന്മാരൊന്നും റിലവൻറ്റ് പേഴ്സണാലിറ്റീസ് അല്ല, അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളല്ല. അപ്പം അതുകൊണ്ട് തന്നെ മുഹമ്മദിന് കഥ പറഞ്ഞു കൊടുത്ത, പഴയ നിയമത്തിലെ കഥ പറഞ്ഞു കൊടുത്ത ആളുകൾ യോഹന്നാന്മാരുമായി ബന്ധപ്പെട്ട കഥകളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് അത്ര പ്രധാനപ്പെട്ട ആളല്ല. ഉദാഹരണത്തിന് ഒരു ഭടൻ്റെ പേര് യോഹന്നാൻ എന്നായിരുന്നു. അതിപ്പോൾ ഒരു കഥയിൽ പ്രധാനപ്പെട്ടതല്ലല്ലോ. പക്ഷെ പഴയ നിയമത്തിലുണ്ട്. അപ്പോൾ ഈ 11 ആളെക്കുറിച്ചും പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം മുഹമ്മദ് ഇതിങ്ങനെ എഴുതിയപ്പോൾ ഈ പേര് കണ്ടപ്പോൾ വേറെ ആർക്കും അന്നത്തെ ആളുകൾക്ക് പേരില്ലാഞ്ഞപ്പോൾ മുഹമ്മദ് വിചാരിച്ചു ഈ യഹ്യാക്ക് ആ പേര് മുമ്പുണ്ടായിരുന്നില്ല, അത് വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ ഞാൻ ബൈബിൾ പഴയ നിയമം പരിശോധിച്ചു, 11 ആൾക്കുണ്ട്. ഖുർആനിലാണെങ്കിൽ ഇങ്ങനെ പറയണുണ്ട്. ഇതിനെന്താണ് ഒരു മറുപടി? അങ്ങനെ ഒരുപാട് പഠിക്കാൻ നോക്കി, ഒരുപാട് പരിശോധിച്ചു നോക്കി, ഒരു ഉത്തരവും കിട്ടണില്ല. അവസാനം ഞാൻ എന്ത് ചെയ്തു, ഇതിന് മറുപടി പറഞ്ഞിട്ടില്ല വെച്ചിട്ട് ആകാശം ഇടിഞ്ഞു വീഴാൻ പോണില്ലല്ലോ, അതവിടെ മാറ്റി വെച്ചു. കാരണം എന്താ വെച്ചാൽ ഇത് ഒരു ഓറിയന്റലിസ്റ്റ് വിമർശനമാണ്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ അങ്ങനെ ഇവിടെ ഇപ്പോൾ നാട്ടിലൊന്നും അത് എടുത്ത് ഉദ്ധരിക്കുന്ന ഒരാളൊന്നും ഉണ്ടാവില്ലല്ലോ. ആ നിലക്ക് മാറ്റി. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു സംവാദം നടന്നു, ഖുർആനിൻ്റെയും ബൈബിളിൻ്റെയും ദൈവികത എന്ന്, തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ വെച്ചിട്ട്. ആ സംവാദത്തിൽ ആണ് അദ്ദേഹം, ഒരു വർഗീസ് മാളിയക്കൽ എന്നൊരു പാസ്റ്ററായിരുന്നു അദ്ദേഹം ഒരു ലാപ്ടോപ്പെല്ലാം ആയിട്ട് വന്ന്, അന്ന് ലാപ്ടോപ്പെല്ലാം പ്രോഗ്രാമിന് ഉപയോഗിക്കാന്നെല്ലാം പറഞ്ഞാൽ ഒരു പുതുമുള്ള സംഭവമാണ്. അന്നൊന്നും അങ്ങനെ വ്യാപകമായിട്ടില്ല.
ലാപ്ടോപ്പെല്ലാം കൊണ്ടുവന്ന് ആ ലാപ്ടോപ്പിലെല്ലാം ഇട്ടിട്ടായിരുന്നു മൂപ്പരുടെ അവതരണം. അപ്പോൾ മൂപ്പര് ഖുർആനെതിരെയുള്ള ഒരുപാട് വിമർശനങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയ കൂടെ ഇതും പറഞ്ഞു പോയാൽ സത്യത്തിൽ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഡിബേറ്റിന് ചില ടെക്നിക്സ് ഉണ്ട്. നിങ്ങൾ പണ്ഡിതന്മാർ എന്നുള്ളവർക്ക് നിങ്ങൾ മന്തിഖിൽ ചിലപ്പോൾ പഠിക്കുന്നുണ്ടാവും, പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു പോവുകയാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളവർക്കാണ്. ഡിബേറ്റ് എന്ന് പറഞ്ഞത് വെറും അറിവ് മാത്രം ഉപയോഗിച്ച് നടക്കുന്ന ഒരു ഒരസലല്ല, മറിച്ച് അതിൽ കുറേ തർക്കശാസ്ത്രം ഉണ്ടാകും, കുറേ മറ്റ് വിഷയങ്ങളുണ്ടാകും. പക്ഷേ ഒരിക്കലും കളവ് മുസ്ലിമിന് പറയാൻ പാടില്ലല്ലോ, ഡിബേറ്റിലാണെങ്കിലും ആരോടാണെങ്കിലും ജയിക്കാൻ പറ്റും. പക്ഷേ ഡിബേറ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു വിഷയം അവതരിപ്പിക്കുമ്പോൾ നമ്മൾക്ക് ആ വിഷയം സമർത്ഥിക്കാൻ പറ്റിയ 5 പോയിന്റുകൾ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിൽ 2 പോയിന്റ്സ് സോളിഡാണ്, അഥവാ ഒരിക്കലും റെഫ്യൂട്ട് ചെയ്യാൻ പറ്റാത്ത പോയിന്റ്സാണ്. ബാക്കി 3 പോയിന്റ്സ് കുറച്ച് ഒരു ഫ്ലൂയിഡാണെന്ന് പറയാം, എന്താ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം പറയാൻ പറ്റുന്നതാണ്. നല്ലൊരു ഡിബേറ്റർ ആണെങ്കിൽ ഈ 3 പോയിന്റ് മുണ്ടൂല, 2 പോയിന്റ് മാത്രമേ പറയുള്ളൂ. ഈ 2 പോയിന്റ് ശരിക്കും അങ്ങോട്ട് സമർത്ഥിക്കും. 3 പോയിന്റിലും 1 പോയിന്റ് മാത്രം പറഞ്ഞാൽ തന്നെ എതിർപക്ഷക്കാരൻ നല്ല ഡിബേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ 3-ാം പോയിന്റ് മാത്രം എടുത്തിട്ട് മറ്റ് 2 പോയിന്റുകളെ നിഷ്പ്രഭമാക്കും. ഈ 3-ാമത്തെ പോയിന്റ് മാത്രം എടുക്കും, എന്നിട്ട് ഈ മറ്റ് 2 പോയിന്റുകളെ നിഷ്പ്രഭമാക്കും. അപ്പം എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇടങ്ങാറായി പറഞ്ഞ 2 പോയിന്റ് മുഴുവൻ ഉണ്ടാവില്ല, അതിൻ്റെ ഇതുണ്ടാവില്ല. ഈ ഒറ്റ പോയിന്റിലെ ചില പോയിന്റ്സ് ഉണ്ടാവും തിരിച്ചു പറയാൻ പറ്റുന്നത്, അതെടുക്കും. ഇത് സാധാരണ ഡിബേറ്റിൻ്റെ ഒരു രീതിശാസ്ത്രം. നിങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ജബ്ബാർ മാഷല്ലായിട്ട് പറഞ്ഞ ഡിബേറ്റ് കഴിഞ്ഞപ്പോൾ കുറേ സുഹൃത്തുക്കൾ ഇത് പറഞ്ഞുകൂടേനെ അതെല്ലാം ചോദിച്ചപ്പോൾ ഞാൻ ചിരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ കാരണം ഇതാണ്, ഏത് പറയാന്നുള്ളതല്ല, പറയുന്നത് ഒരിക്കലും റെഫ്യൂട്ട് ചെയ്യാൻ കഴിയാത്ത പോയിന്റ് പറയാൻ കഴിയാന്നുള്ളതാണ് ഡിബേറ്റിലെ പ്രധാനം. അയാൾ ഒന്നാ ചോദിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ പറയാം, 4 പോയിന്റും കൊടുത്തു, അതിൽ മൂപ്പര് വെള്ളത്തിലും തപ്പുമായിരുന്നല്ലോ, നമുക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഡിബേറ്റിൻ്റെ ടെക്നിക്ക് കൂടിയാണ്. അപ്പോൾ ഇയാൾ ഒരുപാട് പോയിന്റ് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്കിത് ഒന്നും അറിയില്ല എന്നുള്ളതുകൊണ്ട്, ഇതെങ്ങനെയാണ് റെഫ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല എന്നുള്ളതുകൊണ്ട്, പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം പറഞ്ഞ പോയിന്റുകളിൽ ഖുർആനെതിരെ പറഞ്ഞ 3-4 പോയിന്റ്സ് എനിക്ക് നന്നായി റെഫ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ സുന്ദരമായിട്ട് അത് പറഞ്ഞു. അയാൾ 10-25 പോയിന്റ് പറഞ്ഞിട്ട് എന്താ ഈ 4-5 പറഞ്ഞോടുകൂടി എൻ്റെ ദൗത്യം കഴിഞ്ഞു. അപ്പോൾ ബാക്കി എല്ലാ കോലത്തിൽ തന്നെയാണ് എന്നുള്ളതിലേക്ക് എന്തെത്തും, സദസ്സെത്തും. അതാണ് അയാൾ നല്ലൊരു ഡിബേറ്റർ അല്ല, അയാൾ നല്ലൊരു പ്രസംഗകനാണ്. ആ നിലക്ക് സ്വാഭാവികമായിട്ടും ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പോലും നമുക്കൊരുപാട് ഷഹാദത്തുകളും എല്ലാം ഉണ്ടായി. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടല്ല, അതിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട്. ഏതായാലും അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഇത് കഴിഞ്ഞതോടുകൂടി ഡിബേറ്റ് ഭംഗിയായി കഴിഞ്ഞു, പക്ഷേ എൻ്റെ മനസ്സിൽ കാളിച്ചു തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഇവിടെ നിന്ന് ഡിബേറ്റിന് ഇതെല്ലാം പറ്റും, പക്ഷെ ഒരാൾ നീച്ചെന്ന് ചോദ്യം ചോദിച്ചാലോ, ഇതേ ചോദ്യം ചോദിക്കാലോ. ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഈ കളിയൊന്നും കളിക്കാൻ പറ്റൂലല്ലോ, ആ ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ. എനിക്കറിയില്ല എന്ന് പറയാം, അതിൽ കുഴപ്പമൊന്നുമില്ല. ഒരു ദായിക്കുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി തന്നെ അതാണ്, നമുക്കറിയാത്ത അറിയില്ല എന്ന് പറയാം. പക്ഷേ ഒരറിയില്ല എന്ന് പറയുക വഴി, നമ്മുടെ ഒരു കഴിവുകേട് വഴി, പലപ്പോഴും നമ്മളുടെ ഒരു കഴിവുകേട് എന്നുള്ളതിനേക്കാൾ അധികം ഈ വിഷയങ്ങളിൽ താല്പര്യത്തോടു കൂടി നോക്കുന്ന മുസ്ലിം ഉമ്മത്ത്, പ്രത്യേകിച്ച് യുവാക്കളുടെ ഒരു ദാവാരംഗത്തെ ഒരു പ്രചോദനമുണ്ട്, അത് പലപ്പോഴും ഇല്ലാതെയാകാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും പഠിച്ചേ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായി നോമ്പ് നോറ്റിട്ട് ഈ വിഷയത്തിലൊന്നും ഇരിക്കാൻ തീരുമാനിച്ചു. ഞാനത് നിങ്ങളോട് പറയുന്നത് എൻ്റെ ഒരു സംഭവം പറയാനല്ല കേട്ടോ, നിങ്ങൾക്ക് ഗവേഷണങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മെത്തഡോളജി എന്നുള്ള നിലക്കാണ്. അത് നിങ്ങൾ ഏത് വിമർശനം വന്നാലും നിങ്ങൾക്ക് ഈ മെത്തഡോളജി ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിന് ഉത്തരം കണ്ടെത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയാണ് സംഭവം പറയുന്നത്. അപ്പോൾ ഞാനെന്ത് ചെയ്തു വെച്ചാൽ, ആകെ ഈ ഒരാളെക്കുറിച്ച് ഉള്ള പരാമർശമുള്ളത് ബൈബിളിലും ഖുർആനിലും മാത്രമാണ്. ബൈബിൾ പുതിയ നിയമത്തിലുണ്ട്, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. ഖുർആനിൽ സൂറത്ത് ആൽ ഇംറാനിലും സൂറത്ത് മറിയത്തിലുണ്ട്. ഇതേപോലെ തന്നെ യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് രണ്ടും ഞാൻ കംപ്ലീറ്റായിട്ട് പരിശോധിച്ചു. അപ്പോൾ ഖുർആനിൽ യഹ്യ എന്ന് മാത്രമേ ഉള്ളൂ, ബൈബിളിൽ യോഹന്നാൻ എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ഇതിൻ്റെ ഭാഷാപരമായ റൂട്ട്സ് നോക്കി. ഭാഷാപരമായ റൂട്ട് നോക്കിയപ്പോൾ യഹ്യ എന്ന് പറഞ്ഞ അറബി ശബ്ദമാണ്, ശുദ്ധമായ അറബി ശബ്ദം, അറബി ഭാഷ. അപ്പോൾ യഹ്യയുടെ അർത്ഥം, യഹ്യാൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ഒന്നിക്കൽ ഹയായിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹയ്യിൽ നിന്നാണ്. രണ്ടാണെങ്കിലും
ഹയ ആണെങ്കിൽ ലജ്ജയുള്ളവൻ അർത്ഥം വരും, ഹയ്യ ആണെങ്കിൽ ജീവിപ്പിക്കുന്നവൻ അർത്ഥം വരും. എന്തായിരുന്നാലും അത് ശുദ്ധ അറബി ശബ്ദം. യോഹന്ന എന്നത് ഒരു അറബി ശബ്ദമല്ല, മറിച്ച് അതൊരു അരാമിക് ഹീബ്രു ശബ്ദം. അത് യു ഹനാന എന്നാണ്. യു എന്ന് പറഞ്ഞാൽ യഹോവയുടെ ഷോർട്ട് ഫോമാണ്. ഹനാന എന്ന് പറഞ്ഞാൽ പിന്നെ അനുകമ്പ, അറബിയിലെ ഹനാൻ എന്നുള്ള അതിന് ഈക്വലൻ്റായിട്ടുള്ള. അപ്പോൾ ഹനാൻ യഹോവയുടെ അനുകമ്പ എന്നുള്ള നിലക്കാണ്. അപ്പം ഞാൻ ആദ്യം എത്തുന്നത് എന്താണെന്ന് വെച്ചാൽ ഖുർആനിലെ യഹ്യാ നബി അല്ല ബൈബിളിലെ യോഹന്നാൻ സ്നാപകൻ എന്നുള്ളിടത്താണ് ആദ്യം എത്തുന്ന. ഒരു വിഷയത്തിൽ ഗവേഷണം നടത്തുമ്പോൾ പാരലായിട്ട് ഇങ്ങനെ പോയാൽ പോവുള്ളൂ, എവിടെയെങ്കിലും ഒന്ന് കൂട്ടിമുട്ടാൻ പറ്റണം, അപ്പോഴാണ് അടുത്തൊരു പോയിന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ പിന്നെ അപ്പോൾ പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഖുർആനിൽ പറയുന്ന യഹ്യാ നബിൻ്റെ അതേ കഥയാണ് ബൈബിളിൽ പറയുന്ന യോഹന്നാൻ സ്നാപകൻ. ഒരു രക്ഷയില്ല. നമ്മളുടെ വിഷയത്തിൽ ചോദ്യത്തിന് ഉത്തരം കിട്ടണമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ അന്ന് ഇൻ്റർനെറ്റ് എല്ലാം ഇങ്ങനെ വന്ന സമയമാണ്. ഇൻ്റർനെറ്റ് വന്ന സമയം ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ബ്രൗസ് ചെയ്യാനെല്ലാം തുടങ്ങിയ സമയമാണ്. അങ്ങനെ ഞാൻ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ബ്രൗസ് ചെയ്തു തുടങ്ങി. അങ്ങനെ ബ്രൗസ് ചെയ്തപ്പോൾ 36,000-ഓളം വെബ്സൈറ്റുകളിലുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വായിച്ചിട്ടൊന്നും അവിടെ എത്തൂലല്ലോ. അങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ ഒരു ഹെഡിങ് എന്നെ എൻ്റെ മനസ്സിനുടക്കി. അത് ക്രിസ്ത്യൻസ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന്. ക്രിസ്ത്യൻസ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ്, അതൊരു പുതുമുള്ള പേരാണ്. അത് നോക്കി അപ്പോഴാണ് നമുക്കറിയാത്ത ഒരു മതവിഭാഗത്തെക്കുറിച്ച് മനസ്സിലായത്. ഇറാഖിലുള്ള ഒരു ചെറിയ മതവിഭാഗമുണ്ട്. അവരെ ആളുകൾ വിളിക്കുന്നത്, അഥവാ പുറത്തുള്ള ആളുകൾ വിളിക്കുന്നത് ക്രിസ്ത്യൻസ് ഓഫ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നാണ്. കാരണം അവർ ജോൺ ദ ബാപ്റ്റിസ്റ്റിൻ്റെ അഥവാ യോഹന്നാൻ സ്നാപകൻ്റെ മതത്തിലാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതനുസരിച്ച് ഉള്ള ഈ ബാപ്റ്റിസം എന്ന പരിപാടിയുണ്ട്, മാമോദിസ മുക്ക, ആ ഏർപ്പാടിനെ അവരുടെ മത കർമ്മമായി സ്വീകരിക്കുന്നവരാണ്. ഇദ്ദേഹത്തെ ദൈവപുരുഷനായിട്ട് അംഗീകരിക്കുന്ന ആളുകളാണ് അവർ. എന്നെല്ലാം പറഞ്ഞിട്ട് കിട്ടി. അവരുടെ പേര് മാൻഡിയൻസ് ആണ്. അപ്പോൾ മാൻഡിയൻസ് ആണ് എന്ന് മനസ്സിലായി. അവരെ അത് മനസ്സിലായി. പക്ഷേ ഇതൊരു മൂന്നാമത്തെ ഒരു സോഴ്സ് കിട്ടി, ബൈബിളും ഖുർആനും അല്ലാത്തൊരു സോഴ്സ് കിട്ടി. പക്ഷേ അവിടെ നമ്മളുടെ ചോദ്യത്തിന് ഉത്തരവാവണില്ല. ഇനി എന്ത് വേണം? മാൻഡിയൻസിനെ കുറിച്ച് പഠിക്കണം. മാൻഡിയൻസിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇറാഖിലെ ഒരു ചെറിയ വിഭാഗമാണ്, അവിടെ പോയിട്ട് പഠിക്കൽ പ്രായോഗികമല്ല. പിന്നെന്ത് ചെയ്യും? വീണ്ടും ബ്രൗസ് ചെയ്യാൻ തുടങ്ങി. എപ്പോഴാണ് ഒരു ആശയം ഇങ്ങനെ തലയിൽ വന്നത്, ഇങ്ങനൊരു വിഭാഗം ഇറാഖിലുണ്ടെങ്കിൽ അവരെക്കുറിച്ച് ശരിക്ക് പഠിച്ച ആരെങ്കിലും ഉണ്ടാകും, ഏതെങ്കിലും യൂറോപ്യന്മാരുണ്ടാവും, ഒരു സംശയമില്ല. കാരണം അവരുടെ പണി തന്നെ എന്താ വെച്ചാൽ പഴയ കാലത്തെക്കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കുറിച്യരെ കുറിച്ച് ഗവേഷണം ചെയ്തിട്ട് ഡോക്ടറേറ്റ് കിട്ടിയ ബ്രിട്ടീഷുകാരനുണ്ടാവും. കുറിച്യർ എന്ന് പറഞ്ഞാൽ നമ്മൾ അട്ടപ്പാടിയിലെ ഒരു ചെറിയൊരു വിഭാഗം. ഇതേപോലെ ആരെങ്കിലും ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് കിട്ടും. ഈ തിസീസുകൾ ഓരോ യൂണിവേഴ്സിറ്റികൾ ബന്ധമായിട്ട് തിസീസുകൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി. അപ്പം മാൻഡിയൻസിനെ കുറിച്ച് പഠിച്ചത് ഒരു ബ്രിട്ടീഷുകാരിയായ E.S. ഡ്രോവർ എന്ന പെണ്ണാണ്, സ്ത്രീയാണെന്ന് മനസ്സിലായി. അപ്പം അതിങ്ങനെ ബ്രൗസ് ചെയ്തുകൊണ്ടിരിക്കെ, മാൻഡിയൻസിനെ കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കെ, എനിക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് മാൻഡിയൻസിൻ്റെ ഒരു പ്രാർത്ഥനാ പുസ്തകം കിട്ടി. അങ്ങനെ ഒരുപാട് തിരഞ്ഞപ്പോൾ കിട്ടിയൊരു സാധനം. ആ പ്രാർത്ഥനാ പുസ്തകത്തിൽ ഒന്നും നമുക്ക് മനസ്സിലാവില്ല, അവരുടെ ഈ ഇതിലാണ്. പക്ഷേ ഇംഗ്ലീഷിൽ ഈ ട്രാൻസ്ലിട്രേഷൻ ഉണ്ട്, ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുള്ളത്. ആ എഴുത്തിൽ നിന്ന് ഒരു കാര്യം കിട്ടി. അതെന്താണ്? എല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നത് യഹ്യ എന്ന് പറഞ്ഞിട്ടാണ്, അവസാനിക്കുന്നത് യോഹന്നാൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ എവിടെയോ ഒരു ജോയിൻ്റ് ഉണ്ടെന്ന് മനസ്സിലായി. എല്ലാ പ്രാർത്ഥനയും തുടങ്ങുന്നതാണ് യഹ്യ എന്ന് പറഞ്ഞിട്ടാണ്, അവസാനിക്കുക യോഹന്നാൻ. അതിൻ്റെ നടുവിൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. കാരണം അത് അരാമിക് ഹീബ്രുവിലാണ്. ഹിബ്രു കുറച്ച് അറിയുമെങ്കിൽ പോലും അരാമിക് ഹിബ്രുവിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അപ്പോൾ എന്തോ ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു E.S. ഡ്രോവറെ കിട്ടി. E.S. ഡ്രോവറുടെ പുസ്തകങ്ങൾ തിരഞ്ഞാൽ തുടങ്ങി. E.S. ഡ്രോവറുടെ എ ഡിക്ഷണറി ഓഫ് മാൻഡിയൻ ടേംസ് എന്നൊരു പുസ്തകമുണ്ട്, മാൻഡിയന്മാരുടെ ടേംസ് എന്നൊരു ഡിക്ഷണറി. അത് കിട്ടി. അത് വായിച്ചപ്പോൾ സത്യത്തിൽ ഞാൻ കുറേ കാലമായി ഇങ്ങനെ കസാലയിൽ നിന്ന് കളിക്കുകയാണല്ലോ, ഞാൻ ശരിക്ക് കസാലയിൽ നിന്ന് ഒരൊറ്റ ചാട്ടം ചാടിപ്പോയി. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞു. കാരണം വേറൊന്നുമല്ല, എൻ്റെ ഉത്തരം അതിലുണ്ടായി. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതിൽ പറയുന്നത് എല്ലാ മാൻഡിയന്മാർക്കും 2 പേരുണ്ടാവും. അതിലൊരു പേരാണ് മാതാപിതാക്കൾ കൊടുക്കുന്ന പേര്, മറ്റൊരു പേര്
നാട്ടുകാർ വിളിക്കുന്ന അതിനൊരു മൽവാസ നെയ്മ് എന്നാ പറയുക, മൽവാസ പേരെന്നാ പറയാം, മൽവാസ പേര്. ഈ യോഹന്നാൻ സ്നാപകൻ്റെ മൽവാസ നെയ്മായിരുന്നു എന്ത്? യോഹന്നാൻ എന്നുള്ളത്. കാരണം യോഹനാൻ ആയതുകൊണ്ടാണ്, ദൈവത്തിൻ്റെ അനുകമ്പയായതുകൊണ്ട്. പ്രായമായതിനു ശേഷം സക്കരിയായുടെ ഭാര്യയായ ഹന്നയിൽ ഉണ്ടായ അവർ വന്ധ്യയുമായിരുന്നു. ആ വന്ധ്യയായ സ്ത്രീയിൽ പടച്ചവൻ്റെ പ്രത്യേക അനുകമ്പയായി ഉണ്ടായ കുട്ടിയായതുകൊണ്ട് ആളുകൾ വിളിച്ച പേരാണ് യോഹനാൻ. അതേസമയം ശരിക്കുള്ള പേര് യഹിയ എന്നതായിരുന്നു. അവരുടെ ഉത്തരവാദിത്തം എന്തുകൊണ്ടാണ്? യഹിയ എന്നുള്ള പേര് അതിൻ്റെ മുമ്പില്ല, യോഹനാൻ എന്നുള്ള പേരാണല്ലോ മുമ്പുള്ളൂ. ഈ ഉത്തരം കിട്ടിയപ്പോൾ സത്യത്തിൽ ഞാൻ ചാടാൻ കാരണം ഉത്തരം കിട്ടിയതല്ല. എന്താണ്? നമ്മളുടെ ഈമാനിന് ഭയങ്കരമായ വളർച്ച ഉണ്ടായത് ഈ അന്വേഷണം വഴിയല്ല, മറിച്ച് ആ ഉത്തരം വഴി. എന്താണ് അത് കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരിക്കലും പറയാൻ കഴിയില്ലല്ലോ യഹ്യ എന്നുള്ള പേര്. കാരണം അന്നത്തെ ബൈബിളിൽ ഉള്ള പേര് മുഴുവനും യോഹന്നാൻ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറാഖിൽ പോയി നോക്കി, അവിടുത്തെ മാൻഡിയന്മാരെ കണ്ട് ഇങ്ങനെയായിരുന്നു എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കിയിട്ടാണ് യഹ്യ എന്നുള്ള പേര് ഉപയോഗിച്ചതെന്ന് ആർക്കെങ്കിലും വിമർശകന്മാർക്ക് പറയാൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ലോകം കേട്ട ഖുർആനിൽ എന്താണോ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ വിളിച്ചത് അതേ പേര് കൊടുക്കുകയും ആ പേര് മുമ്പില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ബൈബിൾ എഴുത്തുകാർ സ്വാഭാവികമായും ബൈബിൾ എഴുതപ്പെടുന്നത് എന്നാണ് അദ്ദേഹത്തിന് ശേഷം കുറേ കാലം കഴിഞ്ഞിട്ടാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തേ അറിയുള്ളൂ? ആൾക്കാർ അദ്ദേഹത്തിന് എന്തേ പേര് വിളിച്ചെന്ന് അറിയുള്ളൂ. അവർ വിളിച്ച പേരെന്താണ്? യോഹന്നാൻ എന്നാണ്. അതാണ് അവരെഴുതിയത്. അതുകൊണ്ട് തന്നെ യഹ്യ ഓൽക്കറിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹുവിൻ്റെ കലാമിൻ്റെ ഒരു സത്യത, സൂക്ഷ്മത എത്രത്തോളം. പിന്നെ ആയത്ത് മറച്ചു നോക്കിയപ്പോഴാണ് പടച്ചോൻ യോഹന്നാനും പറയുന്നുണ്ടെന്ന് മനസ്സിലായത്. ഹനാനം മില്ലദുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനു ശേഷം അല്ലേ, സക്കാത്തൻ എന്ന് പറഞ്ഞിട്ട് പടച്ചോൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹനാനം മില്ലദുന്ന, എൻ്റെ അടുത്തു നിന്നുള്ള ഹനാനുമായിരുന്നു അദ്ദേഹം. എൻ്റെ അടുത്തു നിന്നുള്ള ഹനാൻ എന്നുള്ള പേരെന്നെ ഉപയോഗിച്ചാണ്